അധ്യാപകർക്കായി ലോജിക് സ്കൂളും ഫ്ലവേഴ്സ് ടിവിയും ചേർന്നൊരുക്കുന്നു UN എൻവയോൺമെന്റ് പ്രോഗ്രാം ഓപ്പറേഷൻ മാനേജർ ഡോക്ടർ മുരളി നയിക്കുന്ന വെബിനാർ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് സ്വാഗതം. Encounter is #1 election channel 24. കേരളത്തിന്റെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ അമേരിക്കൻ കുത്തക കമ്പനിക്ക് തീരങ്ങൾ സർക്കാർ തീരെഴുതിയിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പുതിയ ആരോപണം. ഫിഷറീസ് മന്ത്രിക്ക് നേരെ ഉയർന്ന വിമർശനത്തിന് ഇന്ന് മറുപടിയും വന്നു. 5000 കോടി രൂപയുടെ പദ്ധതിക്കാണ് EMCC എന്ന അമേരിക്കൻ ബഹിരാഷ്ട്ര കമ്പനി ഒപ്പിട്ടിരിക്കുന്നത്. വിദേശ കപ്പലുകളെ നമ്മുടെ തീരത്തേക്ക് കൊണ്ടുവരാനുള്ള അപകടകരമായ ഒരു നീക്കമാണ് കേരള ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വൻകിട കുത്തക കമ്പനികളുമായി വലിയ ഗൂഢാലോചനയാണ് നടത്തിയത്. ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബോംബ് പൊട്ടിച്ച് നടക്കണം എന്നുള്ള അത്യാർത്ഥി കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ദിവാസ്വപ്നം മാത്രമാണ്. ഇതൊന്നും ഈ കേരള മണ്ണിൽ ഏശാൻ പോകുന്നില്ല. മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന വ്യാമോഹത്തിലാണ് ഈ പണിയും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് വിനയപൂർവ്വം പറയുന്നു, ആ ഒരു വെച്ച പരിപ്പങ്ങ് പിൻവലിക്കുക നല്ലത്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഒപ്പുവെച്ച 5000 കോടിയുടെ പദ്ധതി അഴിമതിയുടെ വലകളാണെന്ന പ്രതിപക്ഷ ആക്ഷേപത്തിന് ഒരു മറുപുറമുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. ഇന്നത്തെ എന്റെ അതിഥികളെ പരിചയപ്പെടാം. CPIM നേതാവ് ശ്രീ PP ചിത്തരഞ്ജൻ, കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാൾസ് ജോർജ്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും അമേരിക്കൻ കമ്പനിയായ EMCCയും ചേർന്ന് നൽകിയിരിക്കുന്ന ധാരണാപത്രം അനുസരിച്ച്, രൂപപ്പെടുത്തിയ ധാരണാപത്രം അനുസരിച്ച് 2950 കോടിയുടെ പദ്ധതിയാണ് വരുന്നത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ട്രോളറുകളുടെ നിർമ്മാണം, ഈ ട്രോളറുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം, അതിനു പുറമെ തുറമുഖ വികസനം, പിന്നെ മത്സ്യ സംസ്കരണം, കയറ്റുമതി, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന, ഇതെല്ലാം അടങ്ങുന്ന ഒരു ബൃഹത് പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ, അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ രൂപം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. കേരളത്തിലെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ ഒരു കുത്തക വിദേശ കമ്പനിയെ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? എവിടെയാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇതിൽ അഴിമതി ഉണ്ടായിട്ടുള്ളത്? എവിടെയാണ് ഇത് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒന്നായി മാറുന്നത്? എവിടെയാണ് ഇവിടെ നടപടിക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? എന്താണ് പ്രതിപക്ഷ ആരോപണത്തിന്റെ കാതൽ? ഒന്നാമത്തെ കാര്യം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും, ഇടതുപക്ഷം മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഫിഷർമെൻ സംഘടനകളും ഈ ആഴക്കടൽ മത്സ്യബന്ധന രംഗത്ത് വിദേശ കമ്പനികൾ വരുന്ന എതിർത്തിട്ടുള്ളവരാണ്. എൻ്റെ സുഹൃത്ത് ചിത്രൻ അറിയാം, അദ്ദേഹം കൂടെ അടങ്ങുന്ന ഒരു ഫിഷർമെൻ ഏകോപന സമിതിയുണ്ട് കേരളത്തിൽ. അവർ അതിശക്തമായി ഈ വിദേശ ട്രോളറുകളുടെ വരവിനെ എതിർത്തിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ 91 ശേഷം അന്നത്തെ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിദേശ ട്രോളറുകൾക്ക് അനുമതി കൊടുത്തതിന് കേരളത്തിലെ എല്ലാ ഫിഷർമെൻ സംഘടനകളും രാഷ്ട്രീയ പാർട്ടി എതിർത്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ആഴക്കടലിൽ ഇങ്ങനെ വിദേശ ട്രോളർ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സമ്പത്തിനെ കൊള്ളയടിക്കുമെന്ന് മാത്രമല്ല, ഒരു പരിധിവരെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഫിഷർമെനെയും ബാധിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് അതിനെ എതിർത്തിട്ടുള്ളത്. ഇപ്പോഴും ആ നിലപാടിൽ CIT അടക്കമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഫിഷർമെൻ സംഘടനകൾ നിലപാട് മാറ്റിയിട്ടുണ്ട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ന് മാത്രമല്ല, ഈ 28-ാം തീയതി കൊച്ചിയിൽ
എല്ലാ ഈ ഫിഷർമെൻ ഐക്യവേദി തന്നെ മുൻകൈയെടുത്ത് ഇതിനെതിരായ ഒരു വലിയ കൺവെൻഷൻ വിളിച്ചു കൂട്ടിയിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ ചാൾസ് അവർ കൂടുതൽ പറയും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിന് എന്താണ് സർക്കാരിൻ്റെ പോളിസി, ഇത് ആര് ഓപ്പറേറ്റ്. ഇപ്പം ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കാണുന്നത് EMCC എന്ന കമ്പനിയുമായി KSNCയുടെ MD ഒപ്പിട്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഇത് ജനങ്ങളെ അറിയിക്കേണ്ടത് ഇത് എന്താ അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഈ 2 കോടി രൂപയാവും ഒരു ട്രോളർ, അങ്ങനെ 400 ട്രോളർ ഇത് ഫിഷർമെന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഈ ട്രെയിനിങ് ആര് കൊടുക്കും എന്ന് മാത്രമല്ല, ഈ സംസ്ഥാന ഗവൺമെൻറ് പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പം സംസ്ഥാന ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയല്ലല്ലോ. ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ഷിജു വർഗീസ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ അതിൻ്റെ MD ആണ് MOU ഒപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല, ഇത് ഹാർബറുകൾ വികസിപ്പിക്കണം. കേരളത്തിലെ ഫിഷിംഗ് ഹാർബേഴ്സ് 2 തരത്തിലാണ്, ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. ആ ഹാർബറുകൾ വികസിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ടുണ്ടോ? അറിയേണ്ട കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഇടപെടട്ടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. അതായത് താങ്കൾ പറയുന്നത് ഈ പദ്ധതി ആകെ താങ്കൾ എതിർക്കുകയല്ല, മറിച്ച് ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, അതിൽ സുതാര്യത ഉണ്ടായിട്ടില്ല, ഈ കൺസേൺഡ് ആയിട്ടുള്ള കക്ഷികളുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയോ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു സംവിധാനമായി ഈ പദ്ധതി മാറിയിരിക്കുന്നു എന്നതാണോ നിങ്ങളുടെ വിമർശനത്തിന്റെ കാതൽ? അതോ ഈ പദ്ധതി തന്നെ കേരളത്തിന് ദോഷം ചെയ്യും എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ച് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇങ്ങനെ ട്രോളേഴ്സ്, വിദേശ കമ്പനിയുമായി ട്രോളേഴ്സ് ഇവിടെ കൊണ്ട് ഒപ്പിടാമോ? അതിന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുക. നിയമസഭ കഴിഞ്ഞല്ലേ ഉള്ളൂ. എന്തുകൊണ്ട് കഴിഞ്ഞ നിയമസഭയിൽ പ്രഖ്യാപിച്ചില്ല ഫിഷറീസ് മന്ത്രി? ഈ എഗ്രിമെന്റ് ഒപ്പിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഫെബ്രുവരിയിലാണ്. അതിനുശേഷം നിയമസഭ കൂടിയിരുന്നു. ന്യൂസ് പുറത്തു വന്നു. KSNCയുടെ വെബ്സൈറ്റിലല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ആധികാരികമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവ് ഇതിനെതിരായി ശബ്ദിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി രംഗത്ത് വരുന്നത്. അപ്പോൾ ഇത് ആരെ അറിയിക്കാതെ ഒരു അമേരിക്കൻ കമ്പനി ഇത് ഉണ്ടാക്കുവാണ്. അതിന് പറയുന്ന കാരണം എന്താ? ഇത് സംസ്ഥാന ഗവൺമെന്റ് വിളിച്ചു കൂട്ടിയ വിദേശ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ഈ സ്കീം ഉണ്ടായിരുന്നതാണ്. ഞാൻ പറയുന്നത് എന്തിനാണ് ഇത് രഹസ്യമായിട്ട് വെക്കുന്നത്? എന്ന് മാത്രമല്ല, നയപരമായി തീരുമാനം എടുക്കണ്ടേ? നയപരമായി ഒരു തീരുമാനം എടുക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാന ഗവൺമെന്റ് ഇല്ല ഇക്കാര്യത്തിൽ. ഉറപ്പായും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, എനിക്ക് തോന്നുന്നു ശ്രീ PP ചിത്തരഞ്ജൻ അതിന് മറുപടി നൽകട്ടെ. ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ ഫിഷറീസ് മന്ത്രിയുടെ പ്രതികരണം ഈ ആരോപണങ്ങൾക്കുള്ള മറുപടിയായിട്ടല്ല, അദ്ദേഹം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് പറയുക എന്നതിനപ്പുറം ഇതിൽ കഴമ്പില്ല, മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് ഫിഷറീസ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചോദിച്ചതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളായി താങ്കൾക്ക് തോന്നുന്നില്ലേ? ഒന്ന്, ഈ കമ്പനിയുമായി അമേരിക്കൻ കമ്പനിയുമായി EMCCയുമായി കരാർ ഒപ്പിടുന്ന കാര്യം, ഈ ബൃഹത് പദ്ധതിയുടെ കാര്യം ക്യാബിനറ്റിൽ ചർച്ച ചെയ്തോ? ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തോ? പ്രതിപക്ഷ സംഘടനകളുമായി ചർച്ച ചെയ്തോ? മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്തോ? സുതാര്യതയുണ്ടായിരുന്നോ ഈ പദ്ധതി നടത്തിപ്പുമായി അല്ലെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ? കേരളത്തിന്റെ മത്സ്യസമ്പത്ത് വിദേശ കമ്പനിക്ക് കൊള്ളയടിക്കാൻ പാകത്തിൽ തീരെഴുതി കൊടുത്തിരിക്കുന്നു തീരങ്ങൾ എന്ന വിമർശനം നിലനിൽക്കുന്നത് ഈ സുതാര്യത കുറവ് കൊണ്ടല്ലേ? അതിലൊരു വ്യക്തത വരുത്താനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ? നിയമസഭയിൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഈ കരാർ ഒപ്പുവെച്ചപ്പോൾ ഇക്കാര്യങ്ങൾ നിയമസഭയിൽ സുതാര്യമായി അവതരിപ്പിക്കുക എന്ന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നില്ലേ? അങ്ങനെ നോക്കിയാൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെന്ന ആരോപണം നിലനിൽക്കുന്നതല്ലേ? ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഫിഷറീസ് നയത്തെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം വ്യക്തമായി മനസ്സിലാക്കണം. കേരള ഗവൺമെൻറ് 2019 പുറപ്പെടുവിച്ചിട്ടുള്ള ഫിഷറീസ് നയത്തിൽ വളരെ കൃത്യമായി ആഴക്കടൽ മത്സ്യബന്ധനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിഷറീസ് നയം അധ്യായം 2 എന്നുള്ള ഹെഡിൽ വിദേശ യാനങ്ങളെ നിയന്ത്രിക്കുമെന്നുള്ള ശീർഷകത്തിൽ ഉപഖണ്ഡിക 22 വിദേശ ട്രോളറുകൾക്കോ കോർപ്പറേറ്റുകളുടെ യാനങ്ങൾക്കോ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുവാനുള്ള അനുവാദം നൽകാതിരിക്കുവാനും ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ അവയെ പ്രവേശിപ്പിക്കാതിരിക്കുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ഈ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും എന്ന് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്,
കേന്ദ്ര സർക്കാരാണ് വിദേശ ട്രോളറുകൾക്കോ തദ്ദേശീയ പറ്റിയുള്ള ട്രോളറുകൾക്കോ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലെറ്റർ ഓഫ് പെർമിറ്റ് LOP നൽകേണ്ടത്. കേരള സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും ബഹുമാനപ്പെട്ട ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരന്തരമായ എതിർപ്പ് രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെയും പ്രക്ഷോഭണത്തിൻ്റെയും ഫലമായി 2017 കേന്ദ്ര സമുദ്ര മത്സ്യബന്ധന നയത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ സ്വദേശ കമ്പനികൾക്ക് നൽകി വന്നിരുന്ന LOP നിർത്തലാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടിയും വന്നിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള ആഴക്കടൽ മത്സ്യബന്ധനത്തോടുള്ള നിലപാട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏതൊരാൾക്കും വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഫിഷറീസ് വകുപ്പ് ഇത്തരത്തിലേക്കുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടേ ഇല്ല. ഫിഷറീസ് വകുപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം സാധാരണ പൊട്ടിക്കാറുള്ള ഉണ്ടയില്ല വെടി പോലെ തന്നെ ഈ കോടികൾക്കൊന്നും അദ്ദേഹം ഒരു വിലയെ കൊടുക്കുന്നില്ലല്ലോ. 100 ലക്ഷമാണ് ഒരു കോടി എന്നുള്ളതൊന്നും നോക്കാതെ ഒരു കാര്യം സൂചിപ്പിച്ചതിന് ഞാൻ ഫിഷറീസ് വകുപ്പിന് ഇങ്ങനെ ഒരു പദ്ധതി ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി പിന്നെ ആർക്കാണുള്ളത്? അല്ല, ഇവിടെ വന്നിരിക്കുന്ന ആക്ഷേപം എന്താ? വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു മീറ്റ്, ആ മീറ്റിനകത്ത് അസൻ കേരള എന്ന് പറയുന്ന മീറ്റിൽ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വിഷയം. ഇതേ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇങ്ങനെ ഈ കപ്പൽ ട്രോളർ ഇതിന് രജിസ്ട്രേഷൻ ആരാ കൊടുക്കുന്നത്? അതുമാത്രമല്ല, ഇതിൻ്റെ പെർമിറ്റ് വിതരണം ചെയ്യേണ്ടത് ആരാണ്? ഇതെല്ലാം ഫിഷറീസ് വകുപ്പിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളുമാണ്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം നമുക്ക് ഈ ഒന്നൊന്നായി നോക്കിയാലോ. EMCC എന്ന കമ്പനിയുമായി ഒരു ധാരണാപത്രവും അനുബന്ധ കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ മുമ്പിൽ അത്തരത്തിലുള്ളൊരു കരാർ വന്നിട്ടേ ഇല്ല. ഫിഷറീസ് വകുപ്പിന്റെ മുമ്പാകെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുമ്പാകെ ഇങ്ങനെ ഒരു കരാർ വന്നിട്ടേ ഇല്ല. വളരെ വ്യക്തമായി ഫിഷറീസ് വകുപ്പ് മന്ത്രിയല്ലേ പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞതിനേക്കാൾ വ്യക്തതയോടുകൂടെ പറയാൻ ഞാനാളല്ലല്ലോ. ഫിഷറീസ് വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ നയമെന്താ? തദ്ദേശീയരായാലും വിദേശീയരായാലും ആ കോർപ്പറേറ്റുകളുടെ കമ്പനികളെ കേരള തീരത്ത് നമ്മളിവിടെ അനുവദിക്കുകയില്ല എന്നുള്ള ചിത്രരഞ്ജൻ, താങ്കൾ പറഞ്ഞു ഈ ഫിഷറീസ് മന്ത്രി തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിനപ്പുറം ഇനി എന്ത് പറയാനാണെന്ന് താങ്കൾ ചോദിച്ചു. ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു കത്ത് കൊണ്ടുവരാം. അത് EMCC ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൻ്റെ പകർപ്പാണ്. അതിൻ്റെ സബ്ജക്റ്റായി കൊടുത്തിരിക്കുന്നത് കോൺസെപ്റ്റ് നോട്ട് ഓൺ ഇന്നോവേറ്റീവ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഫോർ ദ അപ്ഗ്രഡേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഡീപ് സീ ഫിഷിംഗ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ്. അതിൽ ആദ്യത്തെ വരി ഞാൻ താങ്കൾക്ക് വായിക്കാം. ദിസ് ഈസ് വിത്ത് എ റെഫറൻസ് ടു അവർ മീറ്റിംഗ് വിത്ത് മിസ്സിസ് J. മേഴ്സിക്കുട്ടിയമ്മ, ദ ഓണറബിൾ മിനിസ്റ്റർ ഓഫ് ഫിഷറീസ് ആൻഡ് Harbor Engineering in April 2018 at New York, and subsequent meeting with Sri K.R. Jyotilal IAS Principal Secretary on 18th July 2019 regarding the innovative technology development for the upgradation and promotion of deep sea fishing in the state of Kerala by leveraging advanced technologies, expertise, global best practices and processes. എന്നിട്ട് അടുത്ത വരിയിൽ പറയുന്നു, വി ആർ പ്ലീസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് അവർ സെൽവ്സ് ആസ് EMCC ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, എ സബ്സിഡിയറി ഓഫ് ന്യൂയോർക്ക് ബേസ്ഡ് EMCC ഗ്ലോബൽ കൺസോർഷ്യം LLC. EMCC ഗ്രൂപ്പ് പ്രൊവൈഡ്സ് ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ആൻഡ് ഹോളിസ്റ്റിക് സ്ട്രാറ്റജി ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ എൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണാപത്രം സംബന്ധിച്ച് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് EMCC അയച്ച കത്തിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഫിഷറീസ് വകുപ്പ് പറഞ്ഞിട്ടില്ലേ? അല്ല, ഈ ഡീപ് സീ ഫിഷറീസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മത്സ്യബന്ധനത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി തന്നെ ഗവൺമെൻറ് അവർക്ക് വേണ്ട പരിശീലനം നൽകി ആ മേഖലയിലേക്ക് കടക്കണം എന്ന് തന്നെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മത്സ്യഫെഡ് മുഖാന്തരം തന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളൊരു വലിയ പദ്ധതിയാണ് 10 മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ നിശ്ചയിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മത്സ്യബന്ധന രീതി പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പഠിപ്പിച്ച് അവരെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ദീർഘകാലത്തെ ആവശ്യം തന്നെയാണ്. കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വിദേശ കപ്പലുകൾ വന്ന് ഇതെല്ലാം അരിച്ചുവാരിക്കൊണ്ട് പോകുന്നതിന് അപ്പുറത്തേക്ക് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ
സ്വദേശീയരായിട്ടുള്ളവർക്ക് പരിശീലനം കൊടുത്ത് അവരെ ഈ രംഗത്ത് ശക്തരമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യമാണ്. അതനുസരിച്ചുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 ഗ്രൂപ്പുകൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിവിടെ തന്നെ 4 തിരുവനന്തപുരത്താണ്, 3 കൊല്ലത്താണ്, 2 എറണാകുളത്താണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം എന്താണ് ശ്രീ പി ചിത്തരഞ്ജൻ? EMCC എന്ന കമ്പനിക്ക് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ധാരണാപത്രം അനുസരിച്ച് ഒരു ഉപകരാറുകളെല്ലാം ഒപ്പിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ആരുടെ സമ്മതത്തോടെ, ആരുടെ അറിവോടെ ഇതൊക്കെ നടപ്പാക്കുന്നു എന്നതല്ലേ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. താങ്കൾ പറഞ്ഞത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടില്ല എന്ന്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു സുതാര്യത കുറവ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടെൻഡർ നടപടികളില്ല, ക്ഷണപത്രം സ്വീകരിച്ചിട്ടില്ല, താല്പര്യപത്രം സ്വീകരിച്ചിട്ടില്ല എന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷം എല്ലാത്തിലും അഴിമതി ആരോപണമാണ്. 5000 കോടിയുടെ അഴിമതി എന്നാണ് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു അഴിമതിയുമില്ല. ഇതിനകത്ത് യാതൊരു നടപടികളിലേക്കും പോയിട്ടില്ല. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ മത്സ്യനയം, ആ നയത്തെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടും ഗവൺമെൻറ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് 100% ആ കാര്യത്തിനകത്ത് സൂചിപ്പിക്കാൻ തന്നെയുള്ളത്. ശ്രീ പി ചിത്തരഞ്ജൻ, ആ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും അമേരിക്കൻ കമ്പനിയായ EMCCയും ചേർന്ന് അറബിക്കടലിൽ 400ഓളം ട്രോളറുകൾ എടുക്കുവാൻ ധാരണാപത്രം ഒപ്പുവെച്ച ചടങ്ങിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വരട്ടെ. പക്ഷെ കേരളത്തിലെ ഫിഷറീസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇതിനെ സംബന്ധിച്ച് മന്ത്രി പറഞ്ഞ അഭിപ്രായമാണ് എനിക്ക് വ്യക്തമായി പറയാനുള്ളത്. ഞങ്ങളുടെ മുമ്പിൽ, ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിന്റെ മുന്നിൽ ഇത് ഇങ്ങനെ ഒരു വിഷയം എത്തിയിട്ടില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഞാൻ വരാം താങ്കളിലേക്ക് തിരിച്ച്. ശ്രീ ചാൾസ് ജോർജിന് പറയാനുള്ളത് കൂടി കേൾക്കട്ടെ. ശ്രീ ചാൾസ് ജോർജ്, 25,000 മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ, മത്സ്യത്തൊഴിലാളികൾക്ക് ആശുപത്രി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മത്സ്യബന്ധന മേഖലയിൽ സമഗ്രമായ ഒരു മാറ്റം, ഇങ്ങനെ മത്സ്യബന്ധന മേഖലയിൽ സമ്പൂർണമായ വികസനം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഈ EMCCയുമായി ഒപ്പുവെച്ച കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ഈ പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ച് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഈ പദ്ധതിയെ എതിർക്കുന്നത്? ഇവിടെ ശ്രീ പി ചിത്തരഞ്ജൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരു പദ്ധതി വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിഷറീസ് വകുപ്പിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? കണ്ണിരിക്കെ കൃഷ്ണമണി എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അതാണ് നടന്നിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണെന്നൊരു സ്ഥിരം പ്രയോഗമാണല്ലോ. ഇവിടെ നടന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? മത്തായി, നീ ഏത് പ്രമാണമാണ് ലംഘിച്ചതെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ, അച്ചോ ഞാൻ 10 പ്രമാണമേ ലംഘിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. മത്സ്യബന്ധനം, സംസ്കരണം, വിപണനം, കയറ്റുമതി, ഇൻഫ്രാസ്ട്രക്ചർ, ഈ മേഖലയെ പൂർണ്ണമായി സമഗ്രമായ ഒരു കടന്നുകയറ്റത്തിനുള്ള പദ്ധതിയുമായിട്ടാണ് EMCC വരുന്നത്. അവരുടെ കൺസെപ്റ്റ് നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ അയച്ചതിൻ്റെ നോട്ടാണ് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2018 ഏപ്രിൽ മാസം ബഹുമാനപ്പെട്ട മന്ത്രി ന്യൂയോർക്ക് സന്ദർശിച്ചു. മന്ത്രിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കുന്നത്. അത് 2019 ജൂലൈയിൽ ഫിഷറി വകുപ്പ് സെക്രട്ടറി ജോലിയായിട്ട് IAS അയച്ചു കൊടുത്തു. 2019 ഓഗസ്റ്റ് മാസം 2-ാം തീയതി അവർ ഈ കൺസെപ്റ്റ് നോട്ട് തയ്യാറാക്കിയിരിക്കുക. അതിനകത്ത് 5000 കോടി രൂപയുടെ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നത്. ഇതിലെന്തൊക്കെയാണ് വരുന്നത്? 400 ട്രോളറുകൾ 1, 2 ഈ ട്രോളർ അടുപ്പിക്കാനുള്ള വലിയ ഹാർബറുകൾ, ട്രോളറുകൾ മാത്രമല്ല, കപ്പലുകൾ മാത്രമല്ല, മദർഷിപ്പുകൾ കൂടി അടുപ്പിക്കാനുള്ള ഹാർബർ എന്ന് പറഞ്ഞിരിക്കുന്നു. മദർഷിപ്പിന്റെ കൺസെപ്റ്റ് ലോകം മുഴുവൻ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് അടുപ്പിക്കാനുള്ള ഹാർബറുകൾ കേരള സർക്കാർ 50 മുതൽ 100 വരെ സ്ഥലങ്ങളിൽ 3 മുതൽ 5 വരെ ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ സംസ്കരണശാലകൾ ഉണ്ടാക്കും. 200ഓളം ഫിഷറി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞാൽ ആശുപത്രി, കെട്ടിടങ്ങൾ, പഞ്ചായത്ത് ഒരു പർദീസ എന്ന് നീട്ടിപ്പാടിക്കൊണ്ട് വികസനത്തിന്റെ മഹാഘോഷയാത്ര വരികയാണ്. ഈ വികസന പൊങ്കാല ശബ്ദത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ശബ്ദം അരിഞ്ഞു പോകുമെന്നാണ് ഞങ്ങൾ പേടിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കീഴടങ്ങൽ നയമാണ്. ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? ഒന്ന്, ഇത് ഇംഗ്ലീഷിൽ പറയേണ്ടതുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവും. മലയാളികളുടെ ഭാഷയിൽ, മത്സ്യത്തൊഴിലാളിയുടെ ഭാഷയിൽ പച്ചക്കറി പറയേണ്ട കാര്യമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പറയട്ടെ. ഒന്ന്, ഇക്കോളജിക്കലി ഒരു ഡിസാസ്റ്റർ തീരുമാനമാണ്. 2, ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് ലൈവ്ലിഹുഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തെറ്റായ തീരുമാനമാണ്. മൂന്നാമത്തെ പ്രശ്നം,
അത് സസ്റ്റനൻസ് ഫിഷിംഗ് നടത്തുന്ന മുഴുവൻ ജനങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും. ഇക്കോണമിക്കലി വയബിളല്ലാത്ത ഒരു തെറ്റായ തീരുമാനം, പൊളിറ്റിക്കലി ഇൻകറക്റ്റായ തീരുമാനമാണ് നടന്നിരിക്കുന്നത്. ഇതുവരെ അല്ല ശ്രീ ചാൾസ്, ഈ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ഈ പദ്ധതി കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യമോ ഗൂഢാലോചനയോ അഴിമതിയോ നടന്നിട്ടുണ്ടെന്ന് താങ്കൾ ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം, എൻ്റെ കയ്യിൽ പ്ലെയിനായിട്ട് ഈ കമ്പനി ഇറക്കി കണക്ട് നോട്ടും ഈ കമ്പനിയും ഈ KSIMC ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പും അവരുടെ ഫോട്ടോയും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഗൂഢാലോചനയുണ്ടോ, പങ്കുണ്ടോ എന്നൊക്കെ പറയാൻ ഞാൻ പ്രതിപക്ഷ നേതാവല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെ സമഗ്രമായി ഗ്രസിക്കുന്ന അങ്ങേയറ്റം വിപൽക്കരമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഈ സർക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ കൂടി ഭാഗമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഈ മേഖലയിലെ പ്രക്ഷോഭങ്ങളിൽ കഴിഞ്ഞ 10-25 വർഷമായി മുൻനിര നിൽക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ്. ഇതുവരെ നാം പിൻപറ്റിയിരുന്ന ഒരു നിലപാടിൽ നിന്നുള്ള നയപരമായ ഒരു വ്യതിയാനത്തെയാണ് ഇത് പിൻപറ്റുന്നത്, ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കപ്പെടുകയോ നടപ്പാക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും വളരെ വിനാശകരമായ ഒരു ദുരന്തത്തെയായിരിക്കും നമ്മൾ നേരിടാൻ പോവുക. അല്ല ശ്രീ ചാൾസ് ജോർജ്, ഈ പദ്ധതിയെ നിങ്ങൾ എതിർക്കുന്നതിന് താങ്കൾ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇത് പാരിസ്ഥിതികമായി ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെ കുറിച്ചാണ്. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഇതൊരു തിരിച്ചടിയാകും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ പദ്ധതിയെ എതിർക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ പദ്ധതി എങ്ങനെയാണ് ഈ സർക്കാരിന്റെ ഈ ഫിഷറീസ് നയങ്ങളുടെ ഒരു വ്യതിയാനമായി താങ്കൾ കാണുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഇതൊരു നയവ്യതിയാനമാണെന്ന് താങ്കൾ പറയുന്നത്? തൊണ്ണൂറ്റി മുതൽ ആഴക്കടൽ രംഗത്ത് ഡൊമിനിക് പ്രസിഡന്റിന്റെ UPA സർക്കാർ കൊണ്ടുവന്ന നയത്തിനെതിരെ ശക്തമായി ചെറുത്തൊരു സർക്കാരാണ് നമ്മൾ. ഈ 2014 നരേന്ദ്രമോദി 2ാം നീല വിപ്ലവം പ്രഖ്യാപിക്കുകയും മീനാകുമാരി റിപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തി. നമുക്കറിയാം, കർഷക സമരം ഇന്ത്യ മുഴുവൻ കത്തിയാറുന്ന സന്ദർഭമാണ്. ഈ കർഷക സമരത്തിന് മുന്നിൽ പോലും മുട്ടുമടക്കാത്ത നരേന്ദ്രമോദി മുട്ടുമടക്കിയ ഏക വിഭാഗം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭമാണ്. അതിന്റെ ലോജിക്കൽ എന്തെന്നായിരുന്നു? ഇന്ത്യയുടെ ആഴക്കടൽ മേഖലയിൽ വിദേശ കുത്തകളുടെ അവസാനത്തെ കപ്പലിനെയും ഫെബ്രുവരി മാസം 2016 നാം കെട്ടിച്ചു. മീനാകുമാരി റിപ്പോർട്ട് നാം മരവിപ്പിച്ചു. വിദേശ കപ്പലുകളെ LOP റദ്ദ് ചെയ്യിച്ചു. അന്ന് രാധാമോഹൻ സിംഗ് കേന്ദ്രമന്ത്രി ഒരു യോഗം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിനി വിദേശ കപ്പലിനെ വേണ്ട, പകരം തദ്ദേശ സമൂഹത്തെ ശാക്തീകരിക്കുന്ന ഒരു സ്കീം ഉണ്ടാക്കാൻ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനം തന്നെ ഒരു സ്കീം ഉണ്ടാക്കി അവതരിപ്പിച്ചു. അതിൽ നമ്മുടെ നിലപാട് എന്താണ്? ആഴക്കടലിൽ പോയി ഒട്ടും മീൻ പിടിക്കണമെന്നല്ല, ആഴക്കടലിലെ മത്സ്യസമ്പത്ത് ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടി നാം ഒരു സ്കീം ഉണ്ടാക്കി അയച്ചു കൊടുത്തൊരു സംസ്ഥാനമാണ്. കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് കേരളത്തിൽ വേണ്ട ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളുടെ കണക്കെടുത്തു. കേവലം നമുക്ക് വേണ്ടത് 37 ട്യൂണ ലോങ് ലൈൻ മാത്രമാണ്. ആഴക്കടലിലുള്ള അതിവിസ്തൃതമായ കടലാണ്. 2.02 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് ആകെ മത്സ്യസമ്പത്തിന്റെ 6% മാത്രമാണ് ആഴക്കടലുള്ളത്. അത് പിടിക്കണമെങ്കിൽ തന്നെ വലിയ രൂപത്തിലുള്ള നിക്ഷേപം ആവശ്യമാണ്. വലിയ രൂപത്തിൽ ഇന്ധന ചെലവ് വരും. അതുകൊണ്ട് ആഴക്കടലിൽ പ്രവർത്തിക്കുന്നത് ഇക്കണോമിക്കലി വയബിൾ അല്ല. അതുകൊണ്ട് ഇനി പ്രവർത്തിക്കുന്ന യാനങ്ങളാകട്ടോ നേരത്തെ പ്രവർത്തിച്ച യാനങ്ങളാകട്ടെ ഒക്കെ പ്രവർത്തിച്ചത് തീരക്കടലിലാണ്. തീരക്കടലിൽ വന്നു കഴിഞ്ഞപ്പോൾ കുഴപ്പമറിയാമോ? കേരളത്തിൽ ഏതാണ്ട് ഇപ്പോൾ 39,000 യാനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന ഉരുക്കളുടെ കേന്ദ്രീകരണം കേരളത്തിൽ തീരക്കടൽ ഉണ്ട്. ആ സമ്മർദ്ദം സഹിക്കാതെ നിൽക്കുകയാണ് തീരക്കടൽ. മത്സ്യ ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളുടെ യോഗം വിളിച്ച് ഞങ്ങൾ തീരുമാനമെടുത്തു. ഇനി അങ്ങോട്ട് കേരളത്തിൽ പുതിയതായി ഒരൊറ്റ യാനത്തിനും രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത് 10 വർഷത്തിൽ ഞങ്ങൾ മോട്ടോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ആവശ്യമായതിൻ്റെ 3.4 മടങ്ങ് യാനങ്ങളെ ഉള്ളത്. കേരളത്തിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. 3 മടങ്ങിലധികം യാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നഷ്ടത്തിലാണ് ഈ മേഖല പോകുന്നത്. രണ്ടാമത്തെ പ്രശ്നം വളരെ ഗുരുതരമായ മത്സ്യ വരൾച്ച ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും യാനങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പിടിച്ചതിലും വലുത് ആളെന്ന മറ്റിൽ 400 യാനങ്ങൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഇക്കണോമിക്കലി വയബിൾ അല്ല. ശരി ചാൾസ് ജോർജ്, മനസ്സിലായി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ പൊതുപ്രവർത്തകൻ ശ്രീ MK സലീമിലേക്ക് പോകട്ടെ. ശ്രീ MK സലീം, ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്നത് സ്വകാര്യ കുത്തകകൾക്ക് തീറെഴുതി കൊടുക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഒരു ചരിത്രം ഇതിന് വളരെ നാൾ മുമ്പ് തുടങ്ങിയതാണ്. അതിനെതിരെ നിയമവഴികൾ സ്വീകരിക്കുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ള പൊതുപ്രവർത്തകനാണ് ശ്രീ സലീം താങ്കൾ. ഇപ്പോൾ ഈ EMCCയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ കരാർ, അതിലൂടെ പൂർത്തീകരിക്കപ്പെടുമെന്ന് വിഭാവനം ചെയ്തിട്ടുള്ള ഈ പദ്ധതി, ഇത് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധന മേഖലയ്ക്കും ഗുണകരമാണ്, ഫലപ്രദമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അതല്ല
ഇത് സമ്പൂർണ്ണമായ വിനാശത്തിലേക്ക് വഴി തുറക്കുന്ന ഒന്നാണോ? എനിക്ക് വളരെ അതിശയം തോന്നുന്നു. കാരണം ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ ഞാൻ ടി വിയിൽ കണ്ടു. ആൻഡ് ഷി വാസ് ഡിസോണിങ് എവറിത്തിങ്. എനിക്കിതൊന്നും അറിയത്തില്ല. EMCC എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയായിട്ട് കേരളത്തിലെ സർക്കാർ ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നു. എത്രയോ ഡീപ് സീ ട്രോളേഴ്സ് വാങ്ങിക്കാനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യാൻ. ഐ ഡോണ്ട് നോ എനിത്തിങ് എന്ന് പുള്ളിക്കാരി പറയുന്നത് ഞാൻ കേട്ട്. പക്ഷേ ഐ വാസ് ആക്ച്വലി അസ്റ്റോണിഷ്ഡ്. എന്തെന്ന് വെച്ചാൽ നെഞ്ച് വിരിച്ചുകൊണ്ട് നിന്ന് പറയേണ്ട ഒരു കാര്യമോ യെസ് വി ഡിഡ് ഇറ്റ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതാണ് ഫിഷറീസ് മിനിസ്റ്റർ. അല്ലേ, ഈ ലോകത്ത് ഏത് രാജ്യമുണ്ട് ഡീപ് സീ ഫിഷിംഗ് നടത്താത്തത്? ഇന്ത്യ ഒഴികെ. എന്താ ഇവർക്കെല്ലാം ഇത്ര അലർജി? 12 നോട്ടിക്ക് ഇപ്പം മിനിസ്റ്റർ പോയി അവിടെ പോയി അമേരിക്കയിൽ പോയി കരാർ ഒപ്പിച്ചു എന്നൊക്കെ പറയുന്നതെല്ലാം ശരി തന്നെ, ഓക്കെ, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ആരെയാണ് ഭയക്കുന്നത്? ഈ മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരെയോ? ഇത് ആരാ കൊണ്ടുവന്നത്? ഇത് കൊണ്ടുവന്നത് ഗാഡ് കരാറിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ് ഇത് വലിയ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അന്ന് തൊട്ട് ഒരു ചാർട്ടർ സിസ്റ്റമായിരുന്നു ഈ ഡീപ് സീ ഫിഷിങ്ങിന്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഷോറിൽ നിന്നും കടൽ തീരിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് പോകാനുള്ള അധികാരമില്ല. 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ നമ്മളുടെ കടലെന്ന് പറയുന്നത് 200 നോട്ടിക്കൽ മൈൽ. അത് നമ്മൾ അന്താരാഷ്ട്ര കരാറോട് കൂടി കിട്ടിയതാണ്. 200 നോട്ടിക്കൽ മൈൽ. ഈ 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് പോകാൻ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കേരള സർക്കാരോ ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ കൊടുക്കാനുള്ള അധികാരമില്ല. ഇറ്റ് ഈസ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ് ആ കടലിൽ മീനില്ലേ? മീൻ പിടിക്കണ്ടേ? അത് ലോക അവസാനം വരെ ഈ മത്സ്യത്തൊഴിലാളി ഈ ഡോൾ ഡ്രംസിൽ കിടന്ന് ഇങ്ങനെ ജീവിച്ച് മരിക്കണോ? എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ല. ഇതെല്ലാം ഈഗോ ആണ് ഓരോരുത്തരുടെ. ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ നേതാവായാലും ഞാൻ മുതലാളിയായി, ഞാൻ രക്ഷപ്പെട്ടു. ദി അതേഴ്സ് ദേ ആർ ഇൻ ഡോൾഡ്രംസ്. ഇതിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കാൻ കാരണം വെറുതെ കാരണമൊന്നുമല്ല. ഞാൻ മത്സ്യബന്ധനമായിട്ട് ഈ പദ്ധതിയിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ട്രോളറുകളുടെ നിർമ്മാണം, അതുവഴിയുള്ള മത്സ്യബന്ധനം, മത്സ്യവിപണനം, സംസ്കരണം, അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ വികസനം, 25,000 പേർക്ക് തൊഴിൽ, ഇന്ന് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും താങ്കൾ വിശ്വസിക്കുകയാണ്? ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല, അങ്ങനെ ഒരു പോയിന്റ് ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചും പാത്തും ചെയ്യാനുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാർജ് എടുത്ത അപ്പോഴേ അദ്ദേഹം ഫസ്റ്റിൽ കൊണ്ടുവന്നതാണ് സാഗർമാല പദ്ധതി. ഈ സാഗർമാല പദ്ധതി കൊണ്ടുവന്ന എന്തിനാ? ആഴക്കടലിലുള്ള മീൻ പിടിച്ച് നമ്മളെ രാജ്യത്തേക്ക്, നമ്മളെ പോർട്ടിലേക്ക്, നമ്മളെ ഫിഷർമെൻ വരുമ്പോൾ ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ ചെറിയ വികസനം ആയിരിക്കത്തില്ല. അപ്പോൾ അതിനെയാണ് ഇവർ തുരങ്കം വയ്ക്കുന്നത്. എന്തോ തുരങ്കം വയ്ക്കുന്നത്? നമ്മളെ മത്സ്യത്തൊഴിലാളികൾക്ക് 12 മൈൽ നോട്ടിക്കൽ മൈലിന് അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർ ചുരണ്ടി അവസാനം ദേഴ്സ് നോ ഫിഷ് ദർ, നമ്മളിപ്പോഴും ചാളയിലയും മാത്രം തിന്ന് ജീവിക്കാൻ പറ്റുന്നത്. ഈ 5,000 കോടിയുടെ കരാർ പോയി ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ ആ 5,000 കോടിയുടെ കരാറിൽ ഇപ്പം അങ്ങനെ വായിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ദേ ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ്. നാച്ചുറലി അത് ഒരു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിപ്പെടുത്താം. ഇതിന് ഒളിച്ചും പാത്തും ചെയ്യേണ്ട കാര്യം എന്താ? ഓപ്പണായിട്ട് പറയണം. ഞാൻ ഇതിനെ പഠിക്കാനായിട്ട് ഇന്തോനേഷ്യയിലും പിന്നെ മലേഷ്യയിലും പിന്നെ സിംഗപ്പൂരിലും ബാത്തായിലൊക്കെ പോയത്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ കാറിലാണ് വരുന്നത്. എന്നിട്ട് സൂട്ടും കൂട്ടിട്ട് കയറി സ്വീറ്റ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പോകണേ. ദേ ആർ ഗോയിങ് റൈറ്റ് ഇൻ ടു ദ ഡീപ് സീ ബിക്കോസ് ദേ ആർ ഗോട്ട് ദോസ് വെസൽസ്. നമുക്ക് ഇന്ന് വരെ വെസൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ, ഒരു ഡീപ് സീ വെസൽ. എന്നിട്ട് എന്തോ സംഭവിച്ചുകൊണ്ടിരുന്നത്? മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ, അത് ജനങ്ങൾ അറിയണം, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് തൊട്ട് തുടങ്ങിയതാണ് ഈ ആഴക്കടലിലേക്ക് നമുക്ക് പോകാൻ. നമ്മളെ മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടില്ല. ഇപ്പോഴും ഈ പരമ്പരാഗതം എന്ന് പറയുന്നത് തന്നെ നിർത്തണം. നമ്മൾ അവരൊക്കെ മോസ്റ്റ് മോഡേൺ ആക്കി മാറ്റണം. ഈ പരമ്പരാഗത ഇതിൽ ഈ കുറച്ച് മണ്ണെണ്ണ ജൂ എന്ന് പറഞ്ഞുകൊണ്ട് പോയി 5 നോട്ടിക്കൽ മൈൽ പോലും പോകുന്നില്ല. അപ്പോൾ എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ LOP എന്ന് പറയുന്ന ലൈസൻസ് കൊടുത്ത് ഇന്ത്യൻ കമ്പനിക്ക്? ദേ വർ ലൂട്ടിങ് അവർ കൺട്രീസ് മെറൈൻ വെൽത്ത്. ഇത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ പോയത്. ആ കോടതിയിൽ നിന്ന് പറഞ്ഞ് അന്ന് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഭരിക്കുന്നതാണ്. അല്ല, ഈ ലൈസൻസ് ഓഫ് പെർമിറ്റ് എന്ന് പറയുന്ന LOP എന്ന് പറയുന്നത് ലൈസൻസ് ഇപ്പോഴില്ല. അല്ല, പക്ഷേ LOP കൊടുക്കുന്നതിനെ കുറിച്ചാണല്ലോ ഈ കരാറിലും പറയുന്നത്. അതായത് EMCCക്ക് ലൈസൻസ് ഓഫ് പെർമിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ ധാരണാപത്രത്തെ സംബന്ധിച്ച കാര്യങ്ങളിലും പറയുന്നത്.
അല്ല LOP എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്. ഒരു സെക്കൻഡ് ഒരു സെൻറ്റൻസേ ഉള്ളൂ. Therefore we hereby direct that no more LOPs from the Department of Animal Husbandry, Ministry of Agriculture will be issued henceforth until fresh guidelines are formulated and placed before this court, and such LOP should hereafter be issued only after obtaining permission of this court. അല്ല അങ്ങനെയാണെങ്കിൽ ശ്രീ MK സലീം, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കോടതിയുടെ നിരീക്ഷണത്തിന് ശേഷം കോടതിയുടെ അനുമതിക്ക് ശേഷമേ ഒരു LOP ഒരു കമ്പനിക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് നൽകാനാകൂ എന്ന നിയമപരമായ തടസ്സമുണ്ടെങ്കിൽ നിയമാനുസൃതം തന്നെ വാലിഡിറ്റി ഇല്ലാത്ത, നിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു കരാറിലേക്ക് ഈ സർക്കാർ ഇടപെട്ടു എന്ന് പറയേണ്ടി വരില്ലേ? ഓഫ് കോഴ്സ് യു ഹാവ് ടു ടെൽ. ഇതൊന്നും പഠിക്കാതെ കോടതി, അത് കൂടാതെ കോടതി പറഞ്ഞിട്ട് ഈ ഗൈഡ് ലൈൻസും ഈ LOPക്ക് പകരം ഡീപ് സീ ഫിഷിങ്ങിന് നിങ്ങൾ എന്താ കൊടുക്കാൻ പോകുന്നത്, അതിൻ്റെ എല്ലാം വായിച്ച കേട്ടില്ലേ? ആൻഡ് ബി ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ ഒബ്റ്റെയിനിങ് പെർമിഷൻ. ഇന്ന് വരെ അവർ ഹാജരാക്കിയിട്ടില്ല. പിന്നെ എവിടെ പോയി എന്ത് കരാറുണ്ടാക്കിയാൽ എന്താ ഫലം? മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ നയം, അതായത് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിദേശ കമ്പനികൾക്ക് അനുമതി നൽകുന്നത്, ഇപ്പോൾ ലൈസൻസ് ഓഫ് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആ നയങ്ങളുടെ തുടർച്ച ഇപ്പോൾ ഈ മത്സ്യബന്ധന മേഖലയിലെ സാധ്യമാകേണ്ടിയിരുന്ന വികസനത്തെ പോലും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പോലെ, മുന്നോട്ട് വയ്ക്കുന്നത് പോലെ, ഇത് വാഗ്ദാനം ചെയ്യുന്നത് പോലെ മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സഹായകരമാകുന്ന ഒന്നെന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന് അഭിമാനത്തോടുകൂടി ഈ പദ്ധതി അവതരിപ്പിക്കാമായിരുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ MK സലീം. അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദമായി പഠിക്കുകയും നിയമ വഴികളിൽ സഞ്ചരിക്കുകയും കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഉത്തരവൊക്കെ നേടിയിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, താങ്കൾക്ക് എന്താണ് അതിന് മറുപടി പറയാനുള്ളത്? സലീമിൻ്റെ കാഴ്ചപ്പാട് അത് അദ്ദേഹത്തിന് മാത്രം അംഗീകരിക്കാവുന്നതാണ്, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ചില വിദേശ രാജ്യങ്ങളിൽ സോട്ടും കൂട്ടുകൂട്ടാണ് ഫിഷിങ്ങിന് കൂടാന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഫിഷിംഗ് ബസ്സിൽ. കേരളത്തിന് സ്ഥിതി എന്താ? കേരളത്തിൽ ഈ പരമ്പരാഗതം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യം എന്താ? കേരളത്തിൽ ആക്റ്റീവായിട്ട് തന്നെ 1.5-2 ലക്ഷം ഫിഷർമാരുടെ കടലിൽ പോകുന്നവരുണ്ട്. സലീമിന് പറയാൻ കഴിയുമോ ഇവർക്ക് എല്ലാവർക്കും ടോളറൻസ് കൊടുക്കാൻ കഴിയുമെന്ന്? അപ്പം അതുകൊണ്ട് കേരളം പോലെ ഇപ്പോഴും വളരെ താഴത്തെ ലെവലിലുള്ള മത്സ്യബന്ധനത്തിൽ നിന്നും ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ഇൻബോർഡും അതുപോലെ ഔട്ട്ബോർഡും ബോട്ടുകളിലൊക്കെ പോകുന്ന ലക്ഷക്കണക്കിന് ഫിഷർമാൻ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ട്രോളർ കൊടുക്കാം. ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻ്റ് പറഞ്ഞിരിക്കുന്നത് $400 ഒരു ട്രോളറിന് 2 കോടി രൂപ ചിലവാകും. ഇവിടുത്തെ ബേസിക് ക്വസ്റ്റ്യൻ ഉള്ളത് സംസ്ഥാന ഗവൺമെൻറ് നയത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഒന്ന്, ഡീപ് സീ ഫിഷിങ്ങിന് ട്രോളേഴ്സ് പോകേണ്ടി വരും. എന്തുകൊണ്ടാ? ട്യൂണ പോലുള്ള മത്സ്യങ്ങൾ അവിടെ ദേ ആർ ഡൈയിങ് ഔട്ട് ഓഫ് ഓൾഡ് ഏജ് എന്നും പറഞ്ഞ റിപ്പോർട്ട് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഡീപ് സീ ഫിഷിംഗ് വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം ഇതൊരു കുത്തക EMCs എന്ന് പറയുന്ന കുത്തക കമ്പനിയും മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു KSNC ആണ് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എന്നിട്ട് വകുപ്പ് എന്ന് പറയുന്നു എനിക്കറിയില്ല. അപ്പോൾ ദുരൂഹതയുണ്ട്. മാത്രമല്ല ഈ പോളിസിയിൽ ഇവരെ ഇൻവോൾവ് ചെയ്യിക്കണ്ടേ, ട്രെയിനിങ് കൊടുക്കണ്ടേ? ആര് കൊടുക്കും ട്രെയിനിങ്? അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് പോളിസിയിൽ മാറ്റം വന്നെങ്കിൽ അത് പരസ്യമായി പറയണ്ടേ, നിയമസഭ ചർച്ച ചെയ്യണ്ടേ, വിവിധ സംഘടനകളിൽ അവരുമായിട്ട് ചർച്ച ചെയ്യണം. ആ ഭാഗം താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ നയങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഈ കാര്യം നിയമസഭയിൽ ചർച്ച ചെയ്യണം, ഇത് പ്രതിപക്ഷത്തെ അറിയിക്കണം, അല്ലെങ്കിൽ മത്സ്യ തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചിക്കണം. ആ കാര്യങ്ങളൊക്കെ ശരി. പക്ഷേ ഈ ഫിഷറീസ് വകുപ്പ് അറിഞ്ഞില്ല എന്നല്ല, ഫിഷറീസ് മന്ത്രി തന്നെ ന്യൂയോർക്കിൽ പോയി ഈ കമ്പനിയുമായി സംസാരിച്ച ശേഷം ഉണ്ടാക്കിയ ധാരണാപത്രത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനോടനുബന്ധമായി ഉണ്ടാക്കിയ കരാറുകളെ കുറിച്ചാണല്ലോ. അപ്പോൾ ഫിഷറീസ് വകുപ്പ് അറിയാതെ ഇത് സംഭവിച്ചു എന്നല്ല. പക്ഷേ താങ്കൾ പറഞ്ഞ മറുഭാഗം ശരിയാണ്. പക്ഷെ ആത്യന്തികമായി ഈ പദ്ധതി മത്സ്യബന്ധന മേഖലയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന ആദ്യത്തെ ചോദ്യമുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, നേരത്തെ ശ്രീ MK സലീം പറഞ്ഞതുപോലെ ഇതിൽ ഈ കമ്പനിയെ ഒരു താല്പര്യപത്രം ക്ഷണിക്കുകയോ ഒരു ടെൻഡർ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടില്ല എന്ന ആക്ഷേപമാണ്. കമ്പനിയുടേതായ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നാണ് ഈ കോൺട്രാക്റ്റിൽ പറയുന്നത്. അത് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. പല കമ്പനികളും വരാറ്. ഒന്ന്, ഈ കമ്പനി എങ്ങനെയുള്ള കമ്പനിയാണ്? ഇവർക്ക് മുൻ പരിചയമുണ്ടോ? മറ്റേതെങ്കിലും രാജ്യത്ത് ഇവർ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ അന്വേഷിക്കണ്ടേ? അവർ പറഞ്ഞ വലിയ സ്കീമാണ്. കേരളത്തിലെ പോർട്ടുകളിൽ അവരെ ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അതിന് ആര് സ്ഥലം കൊടുക്കും? ഇപ്പോൾ ഉള്ള പോർട്ടുകൾ മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് കൈവശമാണ്. കൊച്ചിയിലെ ഹാർബർ, തോപ്പടി ഹാർബർ വെച്ച് ബാക്കി എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിനാണ്.
അപ്പോൾ എനിക്കറിയേണ്ട അതാണ്. ചിത്രരൻ അദ്ദേഹം മറുപടി പറഞ്ഞു, അദ്ദേഹം മത്സ്യബന്ധന ചെയർമാൻ കൂടിയല്ലേ. ഇത് കേരളത്തിലെ ട്രഡീഷണൽ ഫിഷർമെന് ട്രെയിനിങ് കൊടുത്ത് ട്രോളേഴ്സ് വിടാനുള്ള സ്കീം പണ്ടേ ഉള്ളതാണ്. അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. ഈ ട്രോളറുകളിൽ പോയി ഡീപ് സീ ഫിഷിംഗ് നടത്തുന്ന പേഴ്സണലി ഞാൻ എതിരല്ല. പക്ഷെ ഉള്ള പ്രശ്നം ഇവിടെ വലിയ ആശങ്കയുള്ള വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അവരുടെ ആശങ്ക മാറ്റണ്ടേ? അപ്പോൾ അത് മാത്രമല്ല, CIT അടക്കമുള്ള INTC അടക്കമുള്ള ചാൾസ് ജോർജ് സംഘടന അടക്കമുള്ള എല്ലാവരും ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ഇതിനോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡീപ് സീ ഫിഷിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ പ്രായോഗികമാണോ? മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ കിട്ടണതിന്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയേറെ അംഗീകാരങ്ങളും പെർമിഷനും ഒക്കെ വേണ്ട ഒരു കാര്യത്തിൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ KSNCയുടെ MD പ്രശാന്ത് പോയി MOU ഒപ്പുവെച്ചിരിക്കുന്നു. പിന്നീട് അറിയുന്നത് എന്താ, ഈ EMCC എന്ന കമ്പനിയുടെ പത്രപ്രസ്താവനയാണ്. ഞങ്ങൾ മാത്രമല്ല, സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനുള്ള KSNC എങ്ങനെയാണ് ഈ 400 ട്രോളേഴ്സ് ഉണ്ടാക്കുമ്പോൾ അത് എവിടെ ഓപ്പറേറ്റ് ചെയ്യും? അത് സംസ്ഥാന ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് പറയുന്നത് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ വേണ്ടത്? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പോളിസിയിൽ മാറ്റം വന്നെങ്കിൽ അത് സമ്മതിക്കേണ്ടി വരുന്നു. പക്ഷെ മന്ത്രി പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ എവിടെയോ എന്തോ ദുരൂഹതയുണ്ട് എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞത് ഇതിനെക്കുറിച്ച് എന്താണ് ഗവൺമെന്റ് ഓഫീസിൽ പറയട്ടെ കാര്യങ്ങൾ. അത് പറയുന്നില്ലല്ലോ. ശരി, വെറും 10 ലക്ഷം രൂപയുടെ മൂലധനത്തിൽ 2 വർഷം മുൻപ് രൂപീകരിച്ച EMCC എന്ന കമ്പനിക്കാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട 5000 കോടി രൂപയുടെ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടോ, ഗൂഢാലോചനയുണ്ടോ? ഇതാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് തിരികെ വരും അതിഥികൾക്കൊപ്പം. വിവാദങ്ങൾ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ എൻകൗണ്ടറിൽ ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥിയായി ഫിഷറീസ് മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ നമുക്കൊപ്പമുണ്ട്. മിനിസ്റ്റർ വളരെയധികം നന്ദി. തുടക്കത്തിൽ തന്നെ താങ്കൾ ഈ വിവാദ വിഷയത്തിൽ പ്രതികരിക്കാൻ എത്തിയതിന്. മിനിസ്റ്റർ, ഈ EMCCയുമായി ഉണ്ടാക്കിയ ധാരണാപത്രം, ഇതിനെക്കുറിച്ച് ഫിഷറീസ് വകുപ്പിന് അറിയാമായിരുന്നു? ഇല്ല, ഫിഷറീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ അസൻ കേരളയിൽ എന്തെങ്കിലും MOU വെച്ചിട്ടുള്ളത്. അസൻ കേരളയിലെ വ്യവസായികൾക്ക് നിക്ഷേപം നടത്താനുള്ള അവസരം ഒരുക്കുന്ന ഒരു മേളയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ളത് ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പോൾ ഡീപ് സീ ട്രോളറാണ് പ്രശ്നമായി വന്നിരിക്കുന്നത്. ഡീപ് സീ ട്രോളറിന് കേരള ക്യാബിനറ്റ് അംഗീകരിച്ച ഫിഷറീസ് പോളിസി ഉണ്ട്. ആ പോളിസിയിൽ വിദേശ കമ്പനികൾക്കോ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്കോ ഡീപ് സീ ട്രോളർ അനുമതി നൽകുന്ന പ്രശ്നമില്ലെന്ന് മാത്രമല്ല, LOP കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. LOP കൊടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിച്ചാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കും എന്നതാണ് നമ്മുടെ നയത്തിൽ 2.2 കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡീപ് സീ ട്രോളർ പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കുന്ന പ്രശ്നമേ കേരളത്തിന്റെ പോളിസി അനുസരിച്ച് സാധ്യമല്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദത്തിന് പ്രസക്തി തന്നെയില്ല. ഇത് തികച്ചും അനാവശ്യമായ ഒരു വിവാദമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചാൾസ് ജോർജ് എന്നെ വിളിച്ചു. എനിക്കപ്പോൾ എന്താ വിളിച്ചതെന്ന് അന്ന് മനസ്സിലായിരുന്നില്ല. ഇപ്പോഴാണ് ചാൾസ് ജോർജൊക്കെ ഇതിന്റെ ചാമ്പ്യന്മാരായി വർത്തമാനം പറയാനായിട്ട് കേൾക്കുന്നത്. കേരള ഗവൺമെന്റ് പോളിസി ഇവരടക്കം ചർച്ച ചെയ്തതാണ്. എല്ലാ ട്രേഡ് യൂണിയനുകളുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച ഫിഷറീസ് പോളിസിയാണുള്ളത്. ഫിഷറീസ് പോളിസിയിൽ 2.2 എന്താണുള്ളത്, 2.9 എന്താണുള്ളത്, 2.11 എന്താണുള്ളതെന്ന് ഈ ചാൾസ് ജോർജിനടക്കം അറിയാത്ത ഈ പോളിസി അംഗീകരിച്ചിരിക്കുന്ന ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡീപ് സീ ട്രോളറുകൾക്ക് അനുമതി കൊടുക്കുമെന്നാണോ കരുതുന്നത്? അപ്പൊ അസംബന്ധമായ പ്രചാരവേല കുറച്ചുപേര് നടത്തുമ്പോൾ ഈ ട്രേഡ് യൂണിയനുകൾ അതിന്റെ ഭാഗമായി എന്തിനാണ് ഈ കമന്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായി പറയുന്നു, അസൻ കേരളയിൽ MOU വെച്ചു എന്ന് ഉള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അതിന്റെ എഗ്രിമെന്റിലേക്ക് വരുമ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ലൈസൻസ് കൊടുക്കേണ്ടത്. കേരളത്തിൽ ഇതിന് രജിസ്ട്രേഷൻ കൊടുക്കുന്ന പ്രശ്നമില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ LOP വന്നാൽ ട്രേഡ് യൂണിയൻ ഒറ്റക്കെട്ടായി സമരം ചെയ്തതാണ് ഡീപ് സീ ട്രോളറുടെ LOPക്കെതിരെ. കേരള ഗവൺമെന്റ് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തതാണ് ആ സമരത്തിൽ. ആ പിന്തുണ കൊടുത്തിട്ടാണ് ഇവിടെ ഫിഷറീസ് പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പോളിസിയിൽ നിന്ന് വ്യതിരിക്തമാകുന്ന ഒരു കാര്യവും കേരള ഗവൺമെന്റിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കേരള ഗവൺമെന്റും ചെയ്യില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനിസ്റ്റർ, ഈ വിവാദം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ ഒരു ഡീപ് സീ ട്രോളറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. 2018 താങ്കൾ ന്യൂയോർക്കിൽ പോയി EMCCയുമായി ഒരു പ്രാഥമികമായ ചർച്ചകൾ നടത്തി ഇതിന് തുടക്കമിട്ടു എന്ന വിവാദം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ അങ്ങനെ ഒരു നടപടിയിൽ താങ്കൾ ഉണ്ടായിരുന്നു, ഭാഗമായിരുന്നു? അതെ, എനിക്ക് തലയ്ക്ക് സുഖമില്ലെങ്കിൽ മാത്രമേ അവിടെ പോയി ഇങ്ങനെ ഒരു ചർച്ച നടത്തൂ. ഞാനവിടെ പോയത് UN ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കാണ്.
ആ ചർച്ച കഴിഞ്ഞു. ഞങ്ങൾ 3 ദിവസമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോന്നു. മലയാളികൾ കുറെ പേരുടെ സ്വീകരണ യോഗമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ മലയാളികൾ ആരൊക്കെയെന്നുള്ളത് നമുക്ക് തന്നെ പേരറിയാത്തവരാണ് മലയാളി. എന്തായാലും ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം, ഒരു പ്രോജക്റ്റിനെ കുറിച്ചും ഒരു വിദേശ മലയാളിയുമായി ന്യൂയോർക്കിൽ വെച്ച് ചർച്ച നടത്തിയിട്ടേയില്ല. ഒരാശങ്കയും വേണ്ട, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മിനിസ്റ്റർ, പക്ഷേ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഫിഷറീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് EMCC അയച്ചിരിക്കുന്ന ഒരു കത്തിൻ്റെ പകർപ്പ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചാൾസ് ജോർജിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരു കോപ്പി എനിക്കും അയച്ചു തന്നിരുന്നു. അതിൻ്റെ ആദ്യ വരി തന്നെ തുടങ്ങുന്നത് താങ്കളുമായി ന്യൂയോർക്കിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ച എന്ന നിലയിൽ EMCC എന്ന കമ്പനി എന്താണെന്നും എന്താണ് അവർ ചെയ്യാൻ പോകുന്നതും ഏതുതരം പദ്ധതിയിലേക്കാണ് കമ്പനി ഇൻവോൾവ് ആകാൻ ഉദ്ദേശിക്കുന്നത് എന്നുമൊക്കെ വിശദീകരിക്കുന്ന ഒരു ഭാഗം അതിനകത്തുണ്ട്. അപ്പോൾ താങ്കൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? വേണമെങ്കിൽ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ അതിൻ്റെ ആദ്യത്തെ ഭാഗം വായിക്കാം. ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു അവർ മീറ്റിംഗ് വിത്ത് മിസ്സിസ് J. Mercyക്കുട്ടിയമ്മ, the Honorable Minister of Fisheries and Harbour Engineering in April 2018 at New York, and subsequent meeting with Sri KP Jyotilal IAS Principal Secretary on 18 July 2019 regarding the innovative technology development for the upgradation and promotion of deep sea fishing in the state of Kerala by leveraging advanced technologies, expertise, global best practices and processes. എന്താണ് ആ കത്ത് തുടങ്ങുന്നത് മാഡം? അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ന്യൂയോർക്കിൽ വെച്ച് ഒരാളുമായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, നടത്തുന്ന പ്രശ്നവും ഇല്ല. ഞാനും കൂടെ ചർച്ച ചെയ്താണല്ലോ ഫിഷീസ് പോളിസി അംഗീകരിച്ചത്. ഫിഷീസ് പോളിസിയിൽ ഇല്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് പോയി എഗ്രിമെന്റ് വയ്ക്കാൻ പറ്റുമോ ആരെങ്കിലുമായിട്ട്? അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ പൊതു താല്പര്യം, പരമ്പരാഗത തൊഴിലാളികളുടെ പൊതു താല്പര്യത്തിന് ഹാനികരമാകുന്ന ഒരു കാര്യവും കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യില്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയം വേണ്ട, ഒരു മത്സ്യത്തൊഴിലാളിക്ക് സംശയം വേണ്ട. രമേശ് ചെന്നിത്തല ഇനി തലകുത്തി നിന്ന് വൃത്തികെട്ട വർത്തമാനം പറഞ്ഞാലും അതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യമല്ല. മിനിസ്റ്റർ, ഈ കത്തിന് താഴെ കൗണ്ടർ സൈൻ ചെയ്തിരിക്കുന്നത് EMCCയുടെ ഗ്ലോബൽ കൺസോർഷ്യം LLC ന്യൂയോർക്കിന്റെ പ്രസിഡന്റ് ഷിജു M. വർഗീസ് ആണ്. അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന് അയച്ച കത്തിന്റെ പകർപ്പാണ് എൻ്റെ കയ്യിലുള്ളത് മാം. അതിന്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അതെ, അയാൾ എന്ത് എഴുതി എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവിടെ വിദേശത്ത് വെച്ച് ഒരു ചർച്ചയും ഒരു മലയാളിയുമായി നടത്തിയിട്ടില്ല. 2, ഇവിടെ വന്ന് ഇയാൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എന്തെങ്കിലും കൊടുത്തോ എന്നുള്ളത് എനിക്കറിയില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്താൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് ശുപാർശ ചെയ്ത് ഗവൺമെന്റിലേക്ക് വന്നാലേ ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ഒരു ശുപാർശ വന്നിട്ടേ ഇല്ല. വരാത്ത സാഹചര്യത്തിൽ നമ്മൾ അതേക്കുറിച്ച് വർത്തമാനം പറയേണ്ട കാര്യമില്ല. അത് ശരിയാണ് മാഡം. ആ പറഞ്ഞ നടപടിക്രമങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ടു. പക്ഷേ മിനിസ്റ്ററെ കുറിച്ച്, കേരളത്തിന്റെ ഫിഷറീസ് മന്ത്രിയെ കുറിച്ച് ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ അടങ്ങിയ ഒരു കത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അതിന് പിന്നിൽ ഒരു ഫ്രോഡുലൻസ് ഉണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. അതേക്കുറിച്ച് ഈ കക്ഷിയോട് അന്വേഷിക്കുക എന്നുള്ളത് നിർബന്ധമായും വേണം. അയാൾ എന്തിനാണ് ഈ അസംബന്ധങ്ങൾ ന്യൂയോർക്കിൽ വെച്ച് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയെന്ന് പറഞ്ഞത് എന്നതിനെ കുറിച്ച് അയാളോട് അന്വേഷിക്കാം. അയാളെ കുറിച്ച് നമുക്ക് കിട്ടിയാൽ ഇല്ലെങ്കിൽ അയാൾക്ക് എന്താണെന്നുള്ളത് നമുക്ക് വിവരം ആരായാം. ഇത് എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യങ്ങളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണെന്ന മാഡത്തിന് അഭിപ്രായമുണ്ട്? അല്ല, ഇതിനെ കുറിച്ച് നമ്മൾ ഈ നയവേ ഗവൺമെന്റ് ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ഇൻവെസ്റ്റിഗേഷൻ? അല്ല, ബിക്കോസ് there is a fraudulence മാഡം. ഇതിന് പിന്നിൽ ഫ്രോഡുലൻസ് ഉണ്ട്. അല്ല, ഒരുപാട് ഫ്രോഡുലന്റ്. ഇപ്പൊ നമ്മൾ രമേശ് ചെന്നിത്തല പറയുന്നു 5000 കോടി അഴിമതി. ഈ പറയുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ പറ്റുമോ? പ്രതിപക്ഷ നേതാവ്, ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവ് പറയാണ് 5000 കോടിയുടെ അഴിമതി. അപ്പൊ പ്രതിപക്ഷ നേതാവിനെതിരെ നമ്മൾ കേസ് നോക്കണമെന്നാണോ? അവിടെ ഒരു ചെറിയ പ്രശ്നം ഈ EMCCയുമായി പ്രതിപക്ഷ നേതാവ് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെ കുറെ കാലമായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിന്റെ ആയുസ് പോകും. അതിന് ഇത്തരം കുറെ ആളുകൾ എന്തെങ്കിലുമൊക്കെ അസംബന്ധം പറഞ്ഞാൽ അതിന്റെ പിന്നാലെ നടക്കലല്ല നമ്മുടെ ജോലി. സമ്മതിച്ചു മിനിസ്റ്റർ. പക്ഷേ EMCCയുടെ ഒരു പദ്ധതി, ഒരു പരിപാടി, ഈ 5000 കോടിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ, ഒരു ആലോചന ഈ SN 2020 സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇൻലാൻഡ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുമായി ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലോ. അത് അസംബന്ധമല്ലല്ലോ. അതെ, ഒരു MOU ഒപ്പുവെച്ചു എന്ന് പറഞ്ഞ് ഒരു MOU പൂർണ്ണമായി നടപ്പിലാക്കപ്പെടില്ല. ഇവിടെ MOU വിദേശത്ത് നിന്ന് വരുന്ന ഇൻവെസ്റ്റേഴ്സ് പല കാര്യങ്ങളിലും ഞങ്ങൾ സന്നദ്ധമാണ് എന്നെന്തവർ അറിയിക്കും. ആ സന്നദ്ധമാണെന്ന് അറിയിക്കുന്നതാണ് ഇവർ തമ്മിലുള്ള MOU. ആ സന്നദ്ധമാണെന്ന് അറിയിച്ചാൽ ഇവിടുത്തെ നയത്തിന്റെ ഭാഗമായിട്ട് അത് നടപ്പിലാക്കാൻ പറ്റൂ. ഇവിടെ നടപ്പിലാക്കുന്ന നമുക്ക് കഴിയില്ലല്ലോ. അത് നടപ്പിലാക്കാൻ കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഫിഷീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കാത്ത കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ബേജാറാകുന്നത്?
ഇല്ല, ബേജാറാകുന്നില്ല മിനിസ്റ്റർ. ഇതിനകത്ത് 2/2/2021 കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനം അമേരിക്കൻ കമ്പനിയും KSINCയുമായി 2950 കോടി രൂപയുടെ പദ്ധതിക്ക് ധാരണയായി എന്നാണ് ഇതിൽ പറയുന്നത്. ആ ധാരണയനുസരിച്ച് ഈ കമ്പനിയുമായി കൈകോർക്കുമ്പോൾ ആ കമ്പനിയുടെ പ്രസിഡന്റ് പറയുന്നു, മിനിസ്റ്ററുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായാണ് ഇവിടെ ഈ ഡീപ് സീ ഫിഷിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ കേരളത്തിലേക്ക് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഫ്രോഡുലൻസ് കാണിക്കുന്ന ഒരു കമ്പനിയുമായാണോ നമ്മൾ കരാറിൽ ഏർപ്പെടുന്നത്? അങ്ങനെ കരാറിൽ ഏർപ്പെടുന്ന പ്രശ്നം ഇല്ലല്ലോ. നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. അങ്ങനെ ഫ്രോഡുലന്റ് ആയ ഒരു കമ്പനിയുമായി നമ്മളിവിടെ കേരളത്തിൽ കരാറിൽ ഏർപ്പെടുന്ന പ്രശ്നേ ഇല്ല. മാഡം, ഈ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ വാർത്താക്കുറിപ്പിൽ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഉതകുന്ന 2950 കോടി രൂപയുടെ പദ്ധതിക്കായി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനും അമേരിക്കൻ കമ്പനിയുമായ EMCC ഇന്റർനാഷണലും കൈകോർക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഇൻലാൻഡ് നാവിഗേഷന് ഡീപ് സീ ട്രോളറുമായിട്ട് എന്ത് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാത്ത കാര്യം അതാണ്. ഡീപ് സീ ട്രോളർ എങ്ങനെ ഇൻലാൻഡ് നാവിഗേഷൻ കൊടുക്കാൻ കഴിയുക? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ KSNICയുമായുള്ള കരാറിനെ കുറിച്ചും അന്വേഷണം ആവശ്യമല്ലേ? അതിന് താങ്കൾ സന്നദ്ധമാകുമോ? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. MOUകൾ പലതരം ആളുകൾ പലതുമായി നടത്തും. അവിടെ MOU എന്ന് പറയുന്നത് തങ്ങൾ സന്നദ്ധമാണെന്ന് അറിയിക്കലാണ്. അങ്ങനെ നാട്ടിലുള്ള പലർക്കും തങ്ങൾ സന്നദ്ധമാണെന്ന് പല കാര്യങ്ങളും പറയാം. നമ്മൾ അംഗീകാരം കൊടുത്ത് കരാർ വയ്ക്കുമ്പോൾ മാത്രമാണ് അത് പ്രയോഗത്തിൽ വരിക. കേരള ഗവൺമെന്റിന്റെ നയം അനുസരിച്ച് അത് അംഗീകരിക്കാൻ കഴിയില്ല, കരാർ വയ്ക്കാൻ കഴിയില്ല എന്നാണ് ഞാനിവിടെ ആവർത്തിച്ച് പറയുന്നത്. രാജ്യത്ത് ഒരുപാട് പേര് പലതും പറയുന്നതിന്റെ എല്ലാം പുറകെ നടക്കലല്ല നമ്മുടെ ജോലി. നമ്മളങ്ങനെ നടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ശരി മിനിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ഈ സന്ദർഭത്തിൽ താങ്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വന്നതിന് കൂടുതൽ ഈ കാര്യങ്ങൾ താങ്കൾക്ക് പറയാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മളോടൊപ്പം EMCCയുടെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എബ്രഹാം, EMCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് എബ്രഹാം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസ് എബ്രഹാം, ഈ ഫിഷറീസ് മന്ത്രി ന്യൂയോർക്കിൽ 2018 വന്നപ്പോൾ ഈ കമ്പനിയുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ധാരണയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടോ? ഫിഷറീസ് വകുപ്പ് മന്ത്രി അമേരിക്കയിൽ വന്ന സമയത്ത് ഈ ഒരു പദ്ധതിയുമായിട്ടുള്ള യാതൊരു ധാരണകളും ഒപ്പുവെച്ചിട്ടില്ല. പ്രാഥമികമായി ചർച്ചകൾ നടത്തിയിരുന്നു. പ്രാഥമികമായി മന്ത്രിയെ കണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. സത്യത്തിൽ മന്ത്രി പോലും അതൊന്നും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മന്ത്രി വരുമ്പോൾ UN ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് മന്ത്രി വന്നത്. മന്ത്രി വന്നതിന് ശേഷം പല ആൾക്കാരെ കണ്ടു. അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളും ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞത് ഇതാണ്, മത്സ്യ തൊഴിലാളികൾക്ക് ഉതകുന്ന നല്ല രീതിയിലുള്ള പരിപാടിയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ വന്ന് അതാത് ആൾക്കാരെ കണ്ട് സംസാരിക്കൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശ്രീ ജോസ് എബ്രഹാം പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന് നിങ്ങൾ അയച്ചിരിക്കുന്ന ഔദ്യോഗികമായ കത്തിൽ, രേഖയായി നിൽക്കുന്ന കത്തിൽ, ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു ദ മീറ്റിംഗ് വിത്ത് മിസസ് ജെ മേഴ്സിക്കുട്ടിയമ്മ എന്നും അതിനുശേഷമുള്ള സബ്സിക്വന്റ് മീറ്റിംഗ് വിത്ത് മിസ്റ്റർ KR ജ്യോതിലാൽ IS പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നും വെച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ കേരളത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു എന്ന് നിങ്ങൾ കത്തിൽ രേഖാമൂലം സൂചിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും വന്ന് കണ്ടുകൊണ്ടാണല്ലോ പറഞ്ഞത്. കാരണം ഫിഷറീസ് മന്ത്രി പോലും ഓർക്കാത്ത ഒരു കൂടിക്കാഴ്ചയെ കുറിച്ചാണ് താങ്കൾ ആധികാരികമായി ഈ നിങ്ങളുടെ കമ്പനി ഈ രേഖയാക്കിയിരിക്കുന്നത്. അല്ല, മന്ത്രി ഓർക്കണമെന്നില്ലല്ലോ, ഞങ്ങളല്ല ഓർത്തിരിക്കേണ്ടത്. മന്ത്രിമാർ എത്രയോ ആൾക്കാരെ കാണുന്നു, ഓർത്തിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ലേ. ഞങ്ങൾ മന്ത്രിയെ കണ്ടു എന്നുള്ളതും അതിനുശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് കൺസെപ്റ്റ് നോട്ട് കൊടുത്തു എന്നുള്ളതും മറ്റു മന്ത്രിമാർക്ക് കൊടുത്ത ലെറ്ററിൽ റെഫറൻസ് കൊടുക്കണ്ടേ? അപ്പോൾ അല്പം മുൻപ് താങ്കൾ ഇപ്പോൾ സംസാരിക്കാൻ വരുന്നതിന് ഏതാനും 2 മിനിറ്റ് മുൻപ് ഫിഷറീസ് മന്ത്രി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഫിഷറീസ് മന്ത്രി പറഞ്ഞത് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടേ ഇല്ല എന്നാണ്. അതിപ്പം മന്ത്രിയോട് ചോദിക്കാൻ എനിക്കറിയില്ല കേട്ടോ അതിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെന്ന് താങ്കൾ സ്ഥിരീകരിക്കുന്നു? മന്ത്രിയെ കണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ റെഫറൻസ് കൊടുത്തത്. ശരി, മന്ത്രിയെ കണ്ടു, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷെ നിങ്ങൾ പറയുന്ന മാതിരി അവിടെ വെച്ച് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൽ ഒരു ധാരണാപത്രം ഒപ്പിടുകയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അവിടെ വെച്ച് സംഭവിച്ചില്ല. കാരണം ധാരണാപത്രമൊന്നും അങ്ങനെ ഒരു ഒറ്റയടിക്ക് ഒപ്പിടാൻ കഴിയുന്നതല്ലോ. അതിന് ഇവിടെ കൂടിയാലോചനകളൊക്കെ ആവശ്യമാണല്ലോ. പക്ഷെ പ്രാഥമികമായി നിങ്ങൾ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും മന്ത്രി നിങ്ങൾ വന്ന് കാര്യങ്ങളുമായി മുന്നോട്ട് പോകൂ എന്ന് നിങ്ങളോട് പറഞ്ഞു. പ്രാഥമികമായി ഇങ്ങനെയാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു, ഓക്കെ, നിങ്ങളിത് ഇതിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരെ ചെയ്യേണ്ടത് കേരളത്തിലാണ്, അപ്പൊ കേരളത്തിൽ വന്ന് സംസാരിക്കൂ എന്നാണ് പറഞ്ഞത്. ഒരു പാർഷ്യൽ കൺസെന്റ് നിങ്ങൾക്ക് കിട്ടിയിരുന്നു അല്ലേ?
ഒരു ഭാഗികമായ അനുമതി നിങ്ങൾക്ക് കിട്ടി? അല്ല, മന്ത്രിക്ക് അങ്ങനെ ഇപ്പം സംസ്ഥാന ഗവൺമെന്റ് എപ്പോഴും വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്ന പരിപാടികളായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരോടും നോ പറയേണ്ട ആവശ്യം ഗവൺമെന്റിന് ഇല്ലല്ലോ, ഗവൺമെന്റ് പ്രതിനിധികൾക്കും ഇല്ലല്ലോ. ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ ശ്രീ ജോസ് എബ്രഹാം, ഈ ഡീപ് സീ യിലുള്ള ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു നയമുണ്ട്. ആ നയത്തിനോട് ചേർന്ന് നിൽക്കുന്നതല്ല നിങ്ങളുടെ കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി. സ്വാഭാവികമായും മന്ത്രി അത് പ്രോത്സാഹിപ്പിക്കാൻ സാധാരണ നിലയിൽ സാധ്യതയില്ല. അതുകൊണ്ടാണല്ലോ ഇത് വിവാദമായത്. അല്ല, കമ്പനിയുടെ ഭാഗത്ത് നിന്നുള്ള ആഴക്കടൽ മത്സ്യബന്ധനം, ഡീപ് സീ ഫിഷിംഗ്, അത് അപ്ഗ്രഡേഷൻ, ഇതൊരു ഇന്നോവേറ്റീവ് ടെക്നോളജിയാണ്. ഇതിന്റെ ആഴക്കടൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് കേരള സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറയാലോ, ഓക്കെ ഇത് ഞങ്ങളുടെ നയത്തിന്റെ ഭാഗമല്ല, ഇത് കേരളത്തിൽ നടപ്പിലാവുന്ന ഒരു പദ്ധതിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. സംസ്ഥാന സർക്കാരും പ്രതിനിധികളും അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇൻവിറ്റേഷൻ ഉണ്ട്, നമുക്ക് അവിടെ പോകേണ്ടി വരും. അപ്പം ഈ ഒരു സർക്കാരിന്റെ നയം ഇതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സംസ്ഥാന സർക്കാരിനെ നയങ്ങളെ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. അല്ല ശ്രീ ജോസ് എബ്രഹാം, 2018 ഏപ്രിലിൽ മന്ത്രിയെ കണ്ടത് മാത്രമല്ല, 2019 ജൂലൈ 18 നിങ്ങൾ KR ജ്യോതിലാൽ IAS കണ്ടിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറിയും. അതിനെ കൂടി തുടർന്നാണ്, അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിന്നെ നിങ്ങൾ വിശദമായി ഈ കത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ നിലയിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലാന്ന് വ്യക്തമാണല്ലോ. അന്ന് കൊടുത്തത് കൺസെപ്റ്റ് നോട്ടാണ്. എന്താണ് ഞങ്ങളുടെ കൺസെപ്റ്റ്, അത് എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് നോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ കൺസെപ്റ്റ് നോട്ട് അത് വായിച്ച് പഠിച്ചതിന് ശേഷമാണ് സർക്കാരിനൊരു തീരുമാനം എടുക്കേണ്ടത്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരാണോ, നയങ്ങൾക്ക് അനുകൂലമാണോ, തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വരുന്നത് ആ കൺസെപ്റ്റ് നോട്ട് പഠിച്ചതിന് ശേഷമല്ലേ. ശരി, പിന്നെ 2020 Ascent 2020 നിങ്ങൾ ഉണ്ടാക്കിയ കരാറുകളോ അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതിപ്പോ മന്ത്രി ഓൾറെഡി പറഞ്ഞില്ലേ, കരാറുകൾ MOU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് സ്വാഗതം, കേരളത്തിലേക്ക് നിക്ഷേപകരെ സ്വാഗതം ചെയ്യുന്നതാണ്, വിദേശ നിക്ഷേപം സ്വാഗതം ചെയ്യുന്നതാണല്ലോ അസന്റ് കേരള പരിപാടി തന്നെ. അതിൻ്റെ അകത്ത് അസന്റ് കേരളയിൽ നമ്മളൊരു പ്രപ്പോസൽ വെച്ചു, ആ പ്രപ്പോസൽ അന്ന് MOU സൈൻ ചെയ്തു എന്ന് വിചാരിച്ച് അതൊരു പദ്ധതിയല്ലല്ലോ. ആ പദ്ധതികൾക്ക് പിന്നെ എത്രത്തോളം ചർച്ചകളുണ്ട്, എത്രത്തോളം രജിസ്ട്രേഷൻസ് ഉണ്ട്, ലൈസൻസിംഗ് ഉണ്ട്, അങ്ങനെ കുറേ അതെല്ലാം താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 2/2/2021 കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ ശ്രീ ജോസ് എബ്രഹാം പറയുന്നു, ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ കമ്പനിയുമായി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. 2,950 കോടി രൂപയുടെ പദ്ധതിക്ക് ധാരണയായി എന്നാണ്. തീർച്ചയായിട്ടും ധാരണയായിരുന്നു. അല്ല, ധാരണയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മത്സ്യബന്ധനത്തിനുള്ള ബോട്ടുകളും ട്രോളറുകളും നിർമ്മിക്കാനുള്ള ധാരണയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് നിർമ്മാണ പ്രവർത്തനങ്ങളല്ല നടക്കാൻ പോകുന്നത്. ഇതിന് ശേഷം ഗവൺമെന്റ് ഇതുമായിട്ട് സഹകരിക്കുന്നില്ല, ഗവൺമെന്റ് നയ എങ്കിൽ കേരള തീരത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഓൾമോസ്റ്റ് ഓൺ എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അതായത് ധാരണയായി കഴിഞ്ഞു, ഇനി ഈ പദ്ധതി നടത്തിപ്പിലേക്ക് കടക്കുകയാണല്ലോ അടുത്ത സ്റ്റെപ്പ്. ആദ്യപടിയാണല്ലോ ധാരണ, അതായി എന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ വന്നപ്പോഴാണല്ലോ ഇപ്പം ഇത് വിവാദങ്ങളും അഴിമതിയുടെ ചർച്ചകളെല്ലാം മുന്നോട്ട് വരുന്നത്. അപ്പം സാധാരണഗതിയിൽ സംഭവിക്കുന്ന പോലെ തന്നെ കേരള സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ നടത്താനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നില്ല എന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാണുന്നത്. ഈ രീതിയിൽ പറഞ്ഞോളൂ. അല്ല ശ്രീ ജോസ് എബ്രഹാം, താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിക്കും? ഒന്നാമതായി 2018 ഏപ്രിലിൽ മന്ത്രി ന്യൂയോർക്കിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. 2019 ജൂലൈയിൽ നിങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി സംസാരിച്ചു. അതിനുശേഷം Ascent 2020 നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റ് സമർപ്പിക്കുകയും അങ്ങനെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ധാരണയും നിങ്ങൾ ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങൾ താങ്കൾ സ്ഥിരീകരിക്കില്ലേ? ഈ പറഞ്ഞ ചെയിൻ ഓഫ് ഈവൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലെറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ? അതെ, ലെറ്ററിൽ നിന്ന് മാത്രമല്ല, ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ നിന്നുകൂടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ പിന്നെ അതിനകത്ത് അത് ശരിയായ കാര്യങ്ങളാണല്ലോ. മതി, താങ്കൾ അങ്ങനെ ശരിയായ കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ മതി. ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് കുറച്ചു മുമ്പ് മന്ത്രി പറഞ്ഞു. അതുകൊണ്ടാണ് രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്. അല്ല, മന്ത്രി പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ചകളോ അല്ലെങ്കിൽ ആധികാരികമായ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് മന്ത്രി പറഞ്ഞത്. അല്ലാതെ ഈ മീഡിയ ഉണ്ടാക്കുന്ന മാതിരിയുള്ള ഹൈപ്പോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന മാതിരിയോ ഇങ്ങനെയുള്ള കൂടുതൽ ചർച്ചകളോ ഈ ഒരു എന്താണ് കൺസെപ്റ്റ് എന്നുള്ള ഒരു വിശദമായ ചർച്ചകളോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ ഒരിക്കലും വന്നിട്ടില്ല.
ശ്രീ ജോസ് എബ്രഹാം, ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഹൈപ്പ് എന്ന് താങ്കൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഗൗരവ സ്വഭാവമുള്ളതാണ്. കാരണം ഇതിന് സുതാര്യതയില്ലായിരുന്നു, ഇതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, ക്യാബിനറ്റിലോ മുന്നണിയിലോ ചർച്ച ചെയ്തിട്ടില്ല, മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചിച്ചിട്ടില്ല. അല്ല, ഇതില് അനുമതി പത്രം വാങ്ങിയിട്ടില്ല, ടെൻഡർ ക്ഷണിച്ചിട്ടില്ല, മാത്രമല്ല ഫിഷറീസ് നയം അനുസരിച്ച് ആഴക്കടൽ മത്സ്യബന്ധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയമായി. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തിനാണ് ടെൻഡർ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആഗോള ടെൻഡർ വിളിക്കാൻ ഇത് സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതല്ലോ. കേരളത്തിൽ ഒരാൾ ബിസിനസ് ചെയ്യാൻ വരുമ്പോൾ ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്. അങ്ങനെ നിങ്ങൾ സ്വാഗതം ചെയ്യപ്പെട്ടോ? അല്ല, അതിന്റെ പടിയായിട്ടാണല്ലോ നമ്മൾ കുറെ പേപ്പർ വർക്കുകളും കൺസെപ്റ്റ് നോട്ടുകളും കേരളത്തിലെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ ഇതിന് അനുമതി നൽകേണ്ട ആധികാരികമായിട്ടുള്ള ആൾക്കാർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അന്നേരമാണല്ലോ ഈ വക പ്രശ്നങ്ങളിലേക്ക് ഇത് വലിച്ചഴിച്ചു വന്നത്. ഈ മിനിസ്റ്റർ നേരത്തെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേയില്ല, ഇങ്ങനെ ഒരു ആളുകളുമായി ഞാൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ കണ്ടു എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഈ കത്തിന്റെ പുറത്ത് അന്വേഷണം ആവശ്യമാണ്, അത് അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു. ആ അന്വേഷണത്തെ താങ്കൾ സ്വാഗതം ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. ഈ വിവാദങ്ങളിൽ നിന്ന് താങ്കൾക്ക് ഇതിന്റെ ഒരു ആകത്തുക താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗിൽ ഈ ഒരു വിവാദം തീർച്ചയായിട്ടും അതൊരു വലിയൊരു കാര്യമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് നടക്കാൻ പോകണം, എമർജൻസി ബോർഡ് മീറ്റിംഗ് ഉണ്ട്. കേരളത്തില് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കണം, ഇതിന്റെ തലപ്പെട്ട മലയാളികളായതുകൊണ്ട് കേരളത്തെ സ്നേഹിക്കുന്നു, മലയാളികളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലല്ല ഇത് നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ നയമല്ല എങ്കിൽ, സർക്കാർ ഇതിനോട് യോജിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് പദ്ധതികൾ മാറ്റേണ്ടി വരും. ശരി, മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന താല്പര്യപത്രം അവർ ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കേരള സംസ്ഥാനം താല്പര്യപത്രം ക്ഷണിക്കാതെ തന്നെ നിങ്ങൾ സമീപിക്കുകയായിരുന്നു. അതെ. ശരി, ഈ EMCCയുടെ കടന്നുവരവോടെ 25,000-ൽ പരം തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും എന്നാണ് ഈ കേരള ഷിപ്പിംഗ് ആൻഡ് ഇന്ത്യൻ നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡയറക്ടർ N പ്രശാന്ത് പറഞ്ഞത്. നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്? പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുകയായിരുന്നെങ്കിൽ തൊഴിലവസരങ്ങളും അനുബന്ധ തൊഴിലുകളും കുറേയധികം ഈ ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ ഉണ്ടായേനെ. കാരണം ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നത് സാധാരണ ഒരു പദ്ധതി പോലെ കുറച്ച് പൈസ കൊണ്ടുവന്നു അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അത് മീൻ പിടിച്ചുകൊണ്ട് പോയി വിൽക്കുന്നു, ആ ഒരു പദ്ധതിയേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലുകൾ, മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപക്ഷെ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും വരെയുള്ള വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു ഈ ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ഒരു വെറുതെ സാധാരണ മത്സ്യബന്ധനം മാത്രമല്ലാതെ ഇതിന്റെ ഭാഗമായിട്ട് നിരവധി തൊഴിലവസരങ്ങൾ, നേരത്തെ പറഞ്ഞ മാതിരി ഹോസ്പിറ്റൽ ശൃംഖലകൾ, ഇങ്ങനെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ രീതിയിലും ഉതകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു. ശ്രീ ജോസ് എബ്രഹാം, ഒരു കാര്യം കൂടി ഞാനൊന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ 2/2/2021 പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിനെ കുറിച്ച് താങ്കളോട് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് നിങ്ങളുടെ കമ്പനിയുമായി കൈകോർക്കുന്നു എന്നാണ് അതിലെ ആദ്യ വാചകം. രണ്ടാമത്തെ വാചകം ഇങ്ങനെയാണ്, അതായത് KSINC MD N പ്രശാന്തും EMCC ഇന്റർനാഷണൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രസിഡന്റ് ഷിജു വർഗീസും ഇന്ന് ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് KSINC. ഒപ്പിട്ടിട്ടുണ്ട് അല്ലെ ആ ധാരണാപത്രം? ഉണ്ട്. ഈ ധാരണാപത്രം ഒപ്പിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ, താങ്കൾ പറഞ്ഞു സർക്കാർ നയങ്ങൾ അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, സർക്കാർ വേണ്ട എന്ന് വെച്ചാൽ ഈ പദ്ധതി നടക്കില്ല, സാധാരണ നിലയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സാമാന്യ യുക്തിയാണ്. അപ്പോൾ നടക്കാൻ വേണ്ടിയാണല്ലോ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, അപ്പം ഈ സർക്കാരിന്റെ നയവും അതുപോലെ തന്നെ ചില കമ്മീഷന്റെ റിപ്പോർട്ടുകളും നമ്മൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. സർക്കാരിന് ഇപ്പം കുറച്ച് പദ്ധതികൾ നമ്മുടെ പദ്ധതിയിൽ കണ്ട ചില നല്ല വശങ്ങൾ കണ്ടിട്ടായിരിക്കാം ഇതിന്റെ ആദ്യ ഭാഗത്തേക്ക് സർക്കാരിന്റെ പ്രതിനിധികൾ പോയത്. പിന്നെ ഈ പറഞ്ഞ മാതിരി വിവാദത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ വിവാദത്തിലേക്ക് എടുക്കാൻ സർക്കാരിന് താല്പര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുന്ന സമയത്തല്ലേ. അതുകൊണ്ടായിരിക്കാം ഇതിനകത്തൊരു
വലിയ പ്രശ്നമായിട്ട് ഇത് അവതരിപ്പിക്കുകയും പിന്നീട് സർക്കാരിന് എൻ്റെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പുറകോട്ട് പോവുകയും ചെയ്യുന്ന ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് എന്താണ് ഇപ്പോൾ ഈ വലിയ വിവാദത്തിന് കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ മത്സ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം, മത്സ്യമേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നല്ല പദ്ധതിയാണ്. ആ കൺസെപ്റ്റിനോട്ട് വായിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അറിയാം എന്താണ് ഇതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ശരി, ശ്രീ ജോസ് എബ്രഹാം, ഏതായാലും താങ്ക് യു വെരി മച്ച് താങ്കൾ ഈ സന്ദർഭത്തിൽ പ്രതികരിക്കാൻ എത്തിയതിന്. ഈ പദ്ധതി സുതാര്യതയില്ലാത്തതാണ്, ഇതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ സാഹചര്യത്തിൽ ഈ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകും എന്നത് ഈ വരും ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതായാലും മന്ത്രി ഈ കാര്യങ്ങൾ ഒന്നാകെ നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിവാദം കൂടുതൽ കനപ്പെടാനാണ് സാധ്യത. വളരെയധികം നന്ദി ശ്രീ ജോസ് എബ്രഹാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ വളരെ വേഗം മടങ്ങി വരും. ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ശ്രീ പി ചിത്തരഞ്ജൻ, മന്ത്രി പറഞ്ഞതിനെ എങ്ങനെയാണ് EMCC പ്രതിനിധി അതിനോട് വിയോജിച്ചതെന്ന് താങ്കൾ കണ്ടല്ലോ. അപ്പോൾ മന്ത്രി നുണ പറഞ്ഞു എന്ന് നമ്മൾ പറയേണ്ടി വരുമോ? അല്ല, ഗോപികൃഷ്ണൻ വെറും ഒരു അവതാരകൻ മാത്രമാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആകരുത്. ഞാൻ നിങ്ങളോട് അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രം ഞാൻ 9 മണിക്ക് പോകുമെന്ന് പറഞ്ഞവനാ. ഞാൻ ഇരുന്നത് നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒരു ആങ്കറായിട്ടുള്ള നിങ്ങൾ, ഒരു അവതാരകനായിട്ടുള്ള നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ ന്യൂയോർക്കിൽ ചെന്നപ്പോൾ എന്നെ ഒത്തിരി പേർ വന്ന് കണ്ടു കാണും. ഞാനൊരു ചർച്ചയും ആ നിലയിൽ നടത്തിയിട്ടില്ല. എന്താണ് EMCCയുടെ പ്രതിനിധി പറഞ്ഞത്? ഞങ്ങൾ മന്ത്രിയെ ചെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രേഖകളോ പേപ്പറുകളോ ഇരുന്ന് ചർച്ചകളോ ഒന്നും നടത്തിയിട്ടില്ല. മന്ത്രിയെ നിരവധി ആൾക്കാർ വന്ന് കണ്ടു കാണും. ആ മന്ത്രിയെ വന്ന് കണ്ടു എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ചർച്ച നടന്നോ? ഇവിടെ ഒരു കരാറും ഒപ്പിട്ടിട്ടില്ലല്ലോ. ഇല്ലാത്ത കരാറിന് വേണ്ടി നിങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി എത്ര സമയമാണ് നിങ്ങൾ വക്കാലത്തെടുത്തത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? മേഴ്സിക്കുട്ടിയമ്മ 100 കണക്കിന് കോടി രൂപ അഴിമതിയെന്ന് പറയാനാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ഈ മേഖലയെക്കുറിച്ച് എന്ത് പഠിച്ചിട്ടാണ് പറയുന്നത്? പരമ്പരാഗത തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും കടപ്പുറത്ത് അറ്റത്ത് കിടന്ന് മീൻ പിടിക്കേണ്ടവരാണോ? പരമ്പരാഗത തൊഴിലാളിക്ക് ആ പരമ്പരാഗത തൊഴിലാളിയെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉതകുന്ന നിലയിലേക്ക് അവർക്ക് വേണ്ട യാനങ്ങളടക്കം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയെ സംബന്ധിച്ച് മാത്രമാണ് ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഫിഷറീസ് വകുപ്പ് ഇവിടെ യാതൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. ഗവൺമെന്റ് യാതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. EMCCയുടെ പ്രതിനിധി തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? അവരെന്താ പറഞ്ഞത്? അതിന്റെ MD തന്നെ എന്താ പറഞ്ഞത്? ഞങ്ങളുമായി ഒരു കരാർ ഒപ്പിട്ടിട്ടില്ല. ഞങ്ങളുമായി ഒരു കരാർ ഒപ്പിട്ടിട്ടില്ലെന്ന് പറയുന്നതിനെയാണ് നിങ്ങൾ കരാർ ഒപ്പിട്ടിട്ടുള്ളത് വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഗവൺമെന്റിന്റെ നയമുണ്ട്. മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ പിണറായി വിജയൻ ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ചെയ്തിട്ടില്ല. ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിനെ, അതുകൊണ്ടാണ് തീരദേശം ഒട്ടാകെ ഈ ഗവൺമെന്റിനോടൊപ്പം, ഈ മുന്നണിയോടൊപ്പം നിൽക്കുന്നത്. അതിനെ മോശമാക്കാൻ വേണ്ടി ബോധപൂർവ്വം രമേശ് ചെന്നിത്തല ഒരു കഥ ചിത്രീകരിച്ചു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ പറയാൻ ശ്രമിച്ചതെന്താണ്? മന്ത്രി കള്ളം പറഞ്ഞു എന്നുള്ളത് സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? മന്ത്രി കള്ളം പറഞ്ഞിട്ടില്ല. മന്ത്രി അവിടെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അവർ പോയി പല ആൾക്കാർ പോയി പല മന്ത്രിമാർ വിദേശത്ത് ചെല്ലുമ്പോൾ കാണാൻ ചെല്ലും, കണ്ടിട്ട് അവർ പോകും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ചർച്ച നടത്തി എഗ്രിമെന്റ് ഉണ്ടാക്കിയതാണോ? ഒരു എഗ്രിമെന്റും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കരാറൊന്നും ഒപ്പിടാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് കരാർ ഒപ്പിട്ടെന്ന് നിങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മത്സ്യബന്ധന മേഖലയിൽ നയമുണ്ട്. ആ നയത്തിന് വ്യത്യസ്തമായിട്ട് വല്ലതും ഗവൺമെന്റ് ചെയ്തോ? എന്താ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമസ്ഥരാക്കി എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് നയം. അതിനുവേണ്ടിയാണ് ഫിഷറീസ് നയത്തിനകത്ത് പ്രധാനമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളാണ് ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട മന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അസത്യമുണ്ടോ? മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകളാക്കി മത്സ്യത്തൊഴിലാളികളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ പദ്ധതി 40% സബ്സിഡി ഗവൺമെന്റ് കൊടുക്കുകയാണ്, 60% വായ്പ കൊടുക്കുകയാണ്. അങ്ങനെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവരെ ആഴക്കടൽ മത്സ്യബന്ധനത്തിലേക്ക് വിടുക, അവർക്ക് അതിനു വേണ്ടിയുള്ള പരിശീലനം കൊടുക്കുക, അതിന്റെ ഉടമകളാക്കുക. അവർക്ക് ഈ പുതിയ സാഹചര്യത്തിൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കുക. അല്ലാതെ കോർപ്പറേറ്റുകൾക്കല്ല, വിദേശ കപ്പലുകൾക്കല്ല. വിദേശ കപ്പലുകൾക്കും ട്രോളറുകൾക്കും ഒരു കാരണവശാലും ഇവിടെ അനുവാദം കൊടുക്കില്ലെന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചൊരു ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ്. ആ നയത്തിൽ നിന്ന് ഞങ്ങൾ വ്യത്യാസപ്പെടുത്തി പുറത്തോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നയം മാറിയെന്നും ഞങ്ങൾ അറബിക്കടലിന് തീരെഴുതി കൊടുത്തിരിക്കുന്നു എന്നെല്ലാം വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? മൻമോഹൻ സിംഗിന്റെയും നരസിംഹറാവുവിന്റെ എല്ലാം കാലഘട്ടത്തിൽ ഈ നയം നടപ്പിലാക്കാൻ വേണ്ടി നിന്ന കോൺഗ്രസ് പാർട്ടി, അതിന്റെ നേതാക്കന്മാർ തെരഞ്ഞെടുപ്പെടുത്തു കഴിഞ്ഞപ്പോൾ അനാവശ്യമായിട്ട് ഒരു
വളരെ മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഫിഷറീസ് വകുപ്പിനെതിരായി, കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരായി നടത്തുന്ന അപവാദ പ്രചാര വേലകളെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് നിങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? നിങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന എന്താണ്? നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എന്താണ്? 5000 കോടി രൂപയുടെ അഴിമതി എവിടെയാണ് നടന്നത്? 5 പൈസയുടെ അഴിമതി നടന്നിട്ടുണ്ടോ? എവിടെയാണ് ക്രമക്കേട് നടന്നിട്ടുള്ളത്? ഇല്ലാത്ത കാര്യങ്ങളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരിക്കലും ഒരു മാധ്യമം ഇങ്ങനെ ശ്രമിച്ചുകൂടാ. ഓബി വിഷനെ പോലുള്ള ആള് 24 ചാനൽ പോലുള്ള ചാനല് ഈ നിലയിലെ കഥ പതിച്ചുകൂടാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാനാണെങ്കിൽ പോലും താങ്കൾ ഇത്രയും സമയം ഈ ചർച്ചയിലിരുന്നല്ലോ, അതിന് ഞാൻ ആദ്യം താങ്കളോട് നന്ദി പറയുന്നു. ശ്രീ പി പി ചിത്തരഞ്ജൻ, താങ്കൾ ഇറങ്ങിയോ? ഇല്ല, അതിന് ഞാൻ താങ്കളോട് നന്ദി പറയുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശ്രീ പി പി ചിത്തരഞ്ജൻ, ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ അല്ല. പക്ഷേ താങ്കൾ പറഞ്ഞൊരു പ്രയോഗത്തിൽ എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. താങ്കളൊരു വെറും ആങ്കറാണ് എന്ന് താങ്കളോട് പറഞ്ഞു, താങ്കൾ എന്നെക്കുറിച്ച് പറഞ്ഞു. അത് താങ്കളുടെ കാഴ്ചപ്പാടാണ്. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, 22 വർഷമായി ജോലി ചെയ്യുന്ന ഒരാളാണ്. മന്ത്രിയോട് ഏതെങ്കിലും തരത്തിൽ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഞാൻ പെരുമാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നെന്ന് ഞാൻ കരുതുന്നുമില്ല. ഒരു പ്രശ്നമുണ്ടായി, ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണം ഉന്നയിച്ചത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, ഉത്തരവാദിത്വത്തോടുകൂടി. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ മന്ത്രി തന്നെ ടെലിഫോണിൽ നിന്ന് പ്രതികരിക്കാൻ വന്നു. സ്വാഭാവികമാണ് ഈ സന്ദർഭത്തിൽ എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തത വരുത്തുക. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മന്ത്രിയെ വിളിച്ചു. മന്ത്രി പറഞ്ഞത് ഞങ്ങൾ കേട്ടു. അതിനുശേഷം EMCCയുടെ പ്രതിനിധിയെ വിളിച്ചു. താങ്കൾ പറഞ്ഞു കരാർ ഉണ്ടായിട്ടില്ല എന്ന്. 2/2/2021 പുറത്തിറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു എന്ന് പറയുന്നുണ്ട്. അതും ഒരുപക്ഷെ നാളെ നിഷേധിക്കപ്പെടും. ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ നുണയാണ് എന്ന് ശ്രീ പി പി ചിത്തരഞ്ജൻ താങ്കൾ ഇവിടെ പറയുമോ? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രി പറഞ്ഞത് ഒരുപാട് പേർ വന്ന് കണ്ടു കാണുമെന്നാണ്. ആ കത്തിൽ പറയുന്നത് മന്ത്രിയെ കണ്ടു, അതിനുശേഷം 2019 ജൂലൈയിൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺസെപ്റ്റ് രേഖ സമർപ്പിക്കപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഈ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. താങ്കൾ നിഷേധിക്കുമോ? ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് വ്യത്യസ്തമായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വേണ്ടതെന്താ? മേഴ്സിക്കുട്ടിയമ്മ അവിടെ കണ്ടു ചർച്ച നടത്തിയെന്നും വേറെ കൈക്കൂലി അഴിമതി ഉണ്ടാക്കിയെന്നും നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലല്ലോ. എന്നെവിടെയെങ്കിലും പറഞ്ഞു ഈ ചർച്ചയിൽ? എന്നെവിടെയെങ്കിലും ഈ ചർച്ചയിൽ പറഞ്ഞു? അല്ലല്ല, നിങ്ങൾ നോക്കുന്നത് എന്തുവാ? നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തിയല്ലേ? ആ ഉത്തരം അതിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ മത്സ്യത്തൊഴിലാളിക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അറിയാം മേഴ്സിക്കുട്ടിയമ്മ ആരാണെന്നും കേരള സർക്കാർ ആരാണെന്നും. എന്ത് വിടുവായിത്തോ പറയാനാണോ ധരിക്കുന്നത്? ഞാൻ ശ്രീ ചാൾസ് ജോർജിനോട് ചോദിക്കാം. ശ്രീ ചാൾസ് ജോർജ്, താങ്കൾക്കും അങ്ങനെയാണോ അനുഭവപ്പെട്ടത്? ചോദിച്ചോ. ഞാൻ ഇന്നത്തെ മന്ത്രിയുടെ നിലപാടിനൊപ്പമാണ് നിൽക്കുന്നത്. വികാരപരമായും മന്ത്രിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുക. അങ്ങനെ നടക്കട്ടെ, അതിൻ്റെ ഒരു വിശ്വാസവും ആഗ്രഹവുമാണ്. പക്ഷേ ഈ കമ്പനി പറഞ്ഞതിനെ വിശ്വസിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതൊക്കെ ഡോക്യുമെൻ്റാണ്, സ്പെസിഫിക്കാണ് കമ്പനി പറഞ്ഞിരിക്കുന്ന കാര്യം. ഇവിടെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ട ഒരു വിഷയം നഴ്സറി ക്ലാസ്സിൽ പഠിച്ച വളരെ ലളിതമായ ഒരു കവിതയാണ്. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. ഈ ആരാണ് പൂച്ച എന്നാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 2, വൃത്തിയുള്ള ഈ പാല് നിറച്ച പാത്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അതാണ് എനിക്ക് പറയേണ്ടത്. ലോകത്തെ എല്ലാ ഫിഷിംഗ് ഗ്രൗണ്ടുകളും തകർന്നു പോയിട്ടും മീൻ അവശേഷിക്കുന്ന 2 കടൽ ഫിഷിംഗ് ഗ്രൗണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറബിക്കടലും ബംഗാൾ കടലുമാണ്. അതാണ് അമേരിക്കയുടെ താല്പര്യം. ഈ അമേരിക്കൻ മോഡൽ അമേരിക്കൻ നടപ്പാക്കാൻ EMCCക്ക് കഴിയുമോ? അവിടെ പറ്റൂല. പ്രത്യേകിച്ച് അവിടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് വിലക്കുണ്ട്. അവിടെയല്ല, യൂറോപ്പിൽ ആകമാനമുണ്ട് വിലക്ക്. മത്സ്യബന്ധനം നഷ്ടത്തിലായതുകൊണ്ട് ലോകത്തൊട്ടാകെ 37,000-ഓളം ഫിഷിംഗ് വെസൽസ്, ഇൻഡസ്ട്രിയൽ ഫിഷിംഗ് വെസൽസ് അടച്ചുപൂട്ടി അട്ടത്ത് വെച്ചിരിക്കുന്ന ലോക സാഹചര്യമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് കുറച്ചെങ്കിലും മത്സ്യമുള്ളത്. അത് തന്നെയും പിടിക്കുന്നത് ആരാണ്? 650 യാനങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുകയാണ്. തുത്തൂർ ഫിഷർമെൻ, അവിടെ 650 യാനങ്ങളുണ്ട്. പുടിമടിക, വിശാഖപട്ടണം, നാഗൂർ ഫിഷർമെൻ, നാഗപട്ടണം, അതുപോലെയുള്ള പട്ടിണവർ, ഈ വാമണി ആഴക്കടലിൽ പോകുന്ന പ്രവീണർ. നമുക്ക് ആവശ്യമായ യാനങ്ങൾ ഇപ്പോഴുണ്ട്. അഡീഷണലായിട്ട് വേണ്ട വളരെ കുറച്ച് മാത്രമാണ്. അഡീഷണലായിട്ട് വേണ്ടത് ഏതാണ്ട് 2.8 ലക്ഷം ടൺ, 3 ലക്ഷം ടൺ ട്യൂൺ നമുക്കുണ്ട്. അത് പിടിക്കാൻ കുറച്ചുകൂടി വെസൽസ് മാത്രം മതി. പക്ഷേ ഈ 400 എന്ന് കേട്ടാൽ തന്നെ നമ്മൾ കരണ്ട് പോകുന്നൊരു കണക്കാണ്. അപ്പോൾ അത് സസ്റ്റൈനബിലിറ്റിയുടെ പ്രശ്നം ഉയർത്തുന്നുണ്ട്.
തീരദേശ മത്സ്യബന്ധന സമൂഹത്തിന്റെ ഉപജീവനത്തെ അത് ബാധിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ഒരു ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റ് ഇല്ല എന്ന് മന്ത്രി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയാണ്. ശരി, ഏതായാലും ആ കാര്യം താങ്കൾ പറഞ്ഞത് നന്നായി. പക്ഷേ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വരാനും സാധ്യതയുണ്ട്. ശ്രീ ചാൾസ്, ഒപ്പം തന്നെ ശ്രീ പി ചിത്തരഞ്ജൻ, നിങ്ങൾ മറ്റു ചാനലുകളിൽ കമ്മിറ്റഡ് ആണെന്ന് എനിക്കറിയാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ വളരെ വേഗം ശ്രീ ഡൊമിനിക് പ്രസന്റേഷനിലേക്കും ശ്രീ MK സലീമിലേക്കും വരും. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം ഞാൻ തിരികെ വരും. എൻകൗണ്ടർ തുടരുന്നു. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് താങ്കൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കട്ടെ. ഈ മന്ത്രിയുടെ വിശദീകരണത്തോടുകൂടി ഈ വിവാദം അവസാനിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടെന്നാൽ മേഴ്സിക്കുട്ടിയമ്മ കുറെ ശുഭതയായിരുന്നു, ചിത്രരഞ്ജൻ വളരെ ശുഭതനാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, സംസ്ഥാന ഗവൺമെൻറ് പോളിസി ഡീപ് സീ ഫിഷിങ്ങിൽ ട്രോളേഴ്സ് വേണ്ട, വിദേശ ട്രോളേഴ്സ് വേണ്ട എന്ന് അറിയാത്ത ആൾക്കാരാണോ മുഖ്യമന്ത്രിയുടെ വകുപ്പായ KSNC? ആരാ എൻ്റെ ചെയർമാൻ? ഈ കഴിഞ്ഞ 6-7 മാസം മുമ്പ് റിട്ടയർ ചെയ്ത എക്സ് ചീഫ് സെക്രട്ടറിയാണ്, ടോം ജോസാണ്. ആരാ സെക്രട്ടറി? അല്ല, MD IAS പ്രശാന്താണ്. അദ്ദേഹം ഇറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം ഇറക്കിയ നോട്ടുണ്ട്, ഞാനത് വായിച്ചു. എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിൽ തീരദേശത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, 2950 കോടിയുടെ പ്രോജക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രോളറിന് 2 കോടി രൂപ, 400 800 കോടി രൂപ. അതിൻ്റെ അർത്ഥം ഈ വരുന്ന EMCC കമ്പനി 800 കോടി രൂപ ഇതിനു വേണ്ടി മാത്രം മുടക്കുകയും അവർ എവിടെ ലൈസൻസ് കിട്ടുമവർക്ക് അത് KSNCക്ക് അന്വേഷിക്കേണ്ട ബാധ്യതയില്ലേ? സംസ്ഥാന ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഒരു പ്രസ്റ്റീജിയസ് പ്രസ്ഥാനമാണ് KSNC എന്ന് പറയുന്നത്. അവർ ഇങ്ങനെ ഒരു വിദേശ കമ്പനിയുമായി, ഒരു മലയാളികളുടെ കമ്പനിയുമായി ഒരു MOU സൈൻ ചെയ്യുകയും അവർ തന്നെ പത്രക്ക് പുറത്തുകയും ചെയ്തിട്ട് ഫിഷറീസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി അറിഞ്ഞാണോ ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് ഈ വിവാദം തീരാൻ പോകുന്നില്ല. ഇത് കേരളത്തിലെ എല്ലാ ഫിഷറീസുമായി ബന്ധപ്പെട്ട സംഘടനകളും ഒരുമിച്ച് കൂടിയെടുത്ത ഒരു പോളിസിക്ക് എതിരാണ്. ഇതിനെ ഇന്നുകൊണ്ട് ഈ വിവാദം തീരില്ല. ഇത് മുഖ്യമന്ത്രി വരെ പറയേണ്ടി. എന്തുകൊണ്ടെന്നാൽ സ്പ്രിംഗ്ലർ എന്ന കമ്പനി ഇതുപോലെ വന്നതാണ്, അവസാനം സംസ്ഥാന ഗവൺമെൻറ് അവരെ ഒഴിവാക്കേണ്ടി വന്നു. ഇതുപോലെ പല മലയാളീസുള്ള കമ്പനികൾ പലയിടത്തും ഉണ്ടാവും. ഇവർ വരുമ്പോഴേക്കൊന്ന് ആലോചിക്കണ്ടേ? KSNC പോലുള്ള പ്രസ്ഥാനം ഗവൺമെൻറ് ഓൺഡ് കമ്പനിയല്ലേ, അവരാലോചിക്കട്ടെ. ഈ 400 ട്രോളർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആര് ഓപ്പറേറ്റ് ചെയ്യും? ലൈസൻസ് കിട്ടുമോ? ഇതൊന്നും ആലോചിക്കാതെ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, ഞങ്ങൾ ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ള ബോസ്റ്റിങ്ങിന് വേണ്ടി ചെയ്ത പണിയല്ലേ അത്? എന്നിട്ട് ഇപ്പം കൈമലർത്തുക, എന്നിട്ട് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോവുക. ഇതൊരിക്കലും സുതാര്യമല്ല, ഈ പോളിസിക്കെതിരാണ്. അതുകൊണ്ട് ഈ വിവാദം ഇവിടെ അവസാനിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ശ്രീ MK സലീം, താങ്കൾക്ക് പറയാനുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആ ജോസ് എബ്രഹാം എന്ന് പറയുന്ന ആ കമ്പനിയുടെ, അമേരിക്കൻ കമ്പനിയുടെ പ്രതിനിധി വന്ന് പറഞ്ഞത് കേരളത്തോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, അല്ലെ സ്വപ്നം കണ്ടേച്ച് വന്നിരുന്ന് പറഞ്ഞതല്ലേ. എന്തിനാ ഈ മന്ത്രി ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? കണ്ടിട്ടുണ്ടെന്ന് പറയണം. ഇത് ഡീപ് സീ ഫിഷിംഗ് അല്ലേ? ഇതാ ഞാനൊരു കാര്യം പറയാം, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പർ, ഇതാ ആമ്പുള്ളർ പോയി ഈ ഡീപ് സീ ഫിഷിങ്ങിന് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പം പോയി 1500 കോടി രൂപ തൊട്ടടുത്തുള്ള തമിഴ്നാട് പോയി സാങ്ഷനാക്കി വന്നിട്ട് കൈയോടെ സുഷമ സ്വരാജുള്ള സമയം 300 കോടി രൂപയാണ് കയ്യിൽ മേടിച്ചത്. ആ 300 കോടി രൂപ മേടിച്ചത് ഡീപ് സീ ഫിഷിങ്ങിനാണ്. 200 crore to help തമിഴ്നാട് ഫിഷർമെൻ അക്വയർ ഡീപ് സീ ഫിഷിംഗ് വെസൽ. എന്നിട്ട് ആ 300 കോടി രൂപ കൊണ്ട് അവർ തമിഴ്നാട്ടിൽ പോയില്ല. അവർ നമ്മളെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിട്ട് ഏത് ഓക്കി വന്നാലും അറിയാത്ത അത്യാധുനിക വെസൽസ് ഉണ്ടാക്കി അവിടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുത്തെ ഫിഷർമെൻ ഉണ്ടാക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ LOP വന്നാൽ ഞങ്ങൾ എതിർക്കുക? ഈ LOPയിലല്ലേ ഇത്രയും വർഷം വാരിക്കൊണ്ട് പോയത്? ആരെങ്കിലും അറിഞ്ഞോ? ചാൾസ് ജോർജിനെ പോലുള്ളവരെ കൊണ്ടല്ലോ. എന്താ അവർക്ക് ഉൾക്കടലിൽ മീൻ വേണ്ടേ? പിടിച്ച് നമ്മളെ മത്സ്യത്തൊഴിലാളികൾ കൊടുക്കണ്ടേ? നമ്മുടെ രാജ്യം രക്ഷപ്പെടണ്ടേ? ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം കൂടുതൽ സജീവമായി രംഗത്ത് കൊണ്ടുവരാനായിരിക്കും പ്രതിപക്ഷം നാളെ മുതൽ ശ്രമിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് നൈറ്റുമായി ഡോക്ടർ K. അരുൺകുമാർ എത്തും. നമസ്കാരം. Number 1 Election Channel 24.